നമ്മുടെ ശരീരം എപ്പോഴും വേണ്ടാത്തത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഇബാദത്തുകളെ പറ്റി നമ്മൾ ആലോചിക്കണം. നമ്മളെ നാവ് കൊണ്ട് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അവർക്ക് മുഴുവനും അടവിന് കൊടുക്കേണ്ടി വരും. നമ്മൾ നിസ്കരിച്ച 20 റക്അത്ത് തറാവീഹ് അടവിന് തന്നെ തികയില്ല. നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കണം. ഇബാദത്ത് നമുക്ക് കുറവില്ല. തറാവീഹ്, വിത്ർ, ബാക്കിയുള്ളതൊക്കെ ഇന്ന് പൊതുവെ നോക്കിയാൽ കൂടുതലാണ്. അത്തരം ഇബാദത്തുകളൊക്കെ നല്ല രീതിയാണ്. പണ്ടത്തെക്കാളൊക്കെ ഉഷാറുണ്ട് ചെറുപ്പക്കാരൊക്കെ. അൽഹംദുലില്ലാ, എല്ലാവരും അള്ളാഹു നന്നാക്കി തരും. മുമ്പത്തെ പോലെ ഒന്നല്ല ചെറുപ്പക്കാർ. മുമ്പൊക്കെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഇശായിന് കുറേ ആളുണ്ടാവും. തറാവീഹിന് വളരെ കുറവ് ആളുണ്ടായി അല്ലേ? ഇപ്പൊ നോക്കുമ്പോ ചെറുപ്പക്കാരെല്ലാം നിസ്കരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ നോക്കിയാൽ പല വിഷയത്തിലും മുൻപന്തിയിലാണ്. പക്ഷെ വണ്ടി മുഴുവനും അടവിനാണ്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഗീബത്ത് പറഞ്ഞേക്ക് തറാവീഹ് നിസ്കാരം വെക്കും, നമീമത്ത് പറഞ്ഞിരിക്കും നോമ്പ് വെക്കും, കളവ് പറഞ്ഞതിലേക്ക് ഏതും വെക്കും, നമ്മളെ നിസ്കാരം വെക്കും. അടവിന് കൊടുക്കുന്നത് തീർന്ന് പിന്നെ അടവ് പിന്നെയും ബാക്കിയാണ്. അപ്പൊ നമ്മൾ വേറുള്ള അക്കൗണ്ട് നിർത്തിട്ട് നീക്കിട്ട് കൊടുക്കേണ്ടി വരും. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ ശരീരമാകുന്ന വണ്ടി അടവിനെടുത്തതുപോലെ അടവിന് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ വണ്ടി ജപ്തി ചെയ്തു കൊണ്ടുപോകും. ഇതേപോലെ നമ്മുടെ ശരീരം ജപ്തി ചെയ്യേണ്ടി വരുമോ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൻ കസറത്തി സുആൽ, ആവശ്യമില്ലാത്തത് ചോദിച്ചുകൊണ്ടിരിക്കും. ആവശ്യമുള്ള എത്രയോ കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. നാടൻ മട്ടത്തിൽ പറയാൻ നമ്മൾ ഈ ചൊക്കിളി ഇവിടെ ഒരു സ്നേഹിതനെ കണ്ടു. അയാൾ തലശ്ശേരിയുള്ള ആളാന്ന് വെച്ചോ നിങ്ങൾ. അയാളവിടെ കണ്ടപ്പോ ഒരാൾ, അല്ല നിങ്ങൾ എന്ത് ഇവിടെ കണ്ടത്? ഒന്നുമില്ല, ഞാൻ ഒരു അത്യാവശ്യത്തിന് ഇവിടെ വന്നതായിരുന്നു. അൽഹംദുലില്ലാ, വഅലൈക്കും അസ്സലാം. അയാളോട് ദുആ കൊണ്ട് പറഞ്ഞ അയാളെ പിരിച്ചുവിട്ടാൽ മതി. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അല്ല, അത് ഞാനിവിടെ ഒരാളെ കാണണം എന്ന് വിചാരിച്ചിട്ട് വന്ന ഒരാളെന്ന് പറഞ്ഞാൽ അല്ല, അത് ഞാൻ കുറച്ചങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അല്ല, അത് ഞാൻ ഇവിടം വരെ എന്ന് പറഞ്ഞാൽ എന്തിനാണോ അയാളെ പുറകിൽ ഇങ്ങനെ സൈക്കിൾ എടുത്ത് പോകേണ്ട കാര്യം? അള്ളാഹുവിന്റെ ദീൻ വളരെ വിരോധിച്ചിരിക്കുന്ന കാര്യമാണത്. ഒരാള് നമ്മളെ കണ്ടു, അല്ല എന്താ ഇവിടെ കാണുന്നത്? ഒന്നുമില്ല, ഒരു അത്യാവശ്യത്തിന് വന്നതായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ഖൈറാക്കട്ടെ, എന്നാ പിന്നെ കാണേ. അയാൾ രോഗ്യം പറഞ്ഞ് പിരിഞ്ഞാ പോരെ. ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ ഒരാളെ കാണാം. ഒരാളെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീൻ വിരോധിച്ച കാര്യമാണത്. എന്തിനാണ് ഒരാളെ രഹസ്യത്തിന്റെ ഉള്ളിലേക്ക് കടക്കേണ്ട കാര്യം? നിങ്ങൾ ആരാ ഇവിടുത്തെ CID? നിങ്ങൾ ഇയാളെ രഹസ്യാന്വേഷണം നടത്തുന്ന ആളാ? ഒരാളെയും അങ്ങനെ പിന്തുടരേണ്ട കാര്യമില്ല. കസ്റത്ത് സുആൽ, ആവശ്യമില്ലാത്തത് ചോദിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഉറങ്ങണ സമയത്ത് 2 മണിക്ക് ഒരാൾ ഫോൺ ചെയ്തു, ഹലോ, ഓ ഉസ്താദല്ലേ? അതെ, ഒരു കാര്യം ചോദിക്കാണ്ട്. എന്തേ? യൂസുഫിനെ പിന്നെ പണ്ട് അള്ളാഹും വിറ്റല്ലോ. യൂസുഫിനെ പിന്നെ പണ്ട് വിറ്റിരുന്നല്ലോ, അത് എത്രക്കാണ്? പാതിരാക്ക് 2 മണിക്ക്. ഇയാൾക്ക് അർജന്റായിട്ട് അറിയേണ്ട കാര്യം. യൂസുഫിനെ പിന്നെ പണ്ട് 10,000 കൊല്ലം മുമ്പ് വിറ്റ ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അത് എത്രക്കാന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് എന്താ കിട്ടാനുള്ളത്? എന്നാലും പിന്നെ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് പാതിരാക്കി ഞാൻ പറഞ്ഞു, അത് സമനിം ബഖ്സിൻ, ചെറിയ വിലക്ക് കൊടുത്ത് എന്നാ ഖുർആൻ പറഞ്ഞു. ഇന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും? എന്താ ചെയ്യാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു മുങ്കർ നക്കീറിനോട് ചോദിച്ചു നോക്കുന്നു, അല്ലാണ്ട് എന്താ അവനോട് പറയണ്ടേ? നമ്മളിപ്പോ ഖബറിൽ ചെന്ന ആദ്യത്തെ ചോദ്യം തന്നെ യൂസുഫിന് പിന്നെ എത്രക്കാ വിറ്റേന്ന? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഈ ചോദിച്ചറിയുന്നത് കൊണ്ട് വേണ്ടേ? അത് ചോദിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. ഉണ്ടോ? പഠിക്കാനുള്ള കാര്യം ചോദിക്കാൻ ആർക്കും താല്പര്യമില്ല. അറിയാനുള്ള കാര്യം ചോദിക്കാൻ ആർക്കും താല്പര്യമില്ല. ചോദിക്കാൻ താല്പര്യമുള്ളതൊക്കെ ഏതാ? ജീവിതത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യം. അതേപോലെ തന്നെ പരിശോധിച്ചു നോക്കിയാൽ ഒരു മനുഷ്യനെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന കാര്യം, ഒരാളുടെ അഭിമാനത്തിന്റെ ഉള്ളിൽ കയറി അയാളുടെ രഹസ്യം പുറത്തെടുക്കുന്ന കാര്യം, അൻ കസ്റത്തി സുആൽ, ഇത്തരം അനാവശ്യമായ ചോദ്യങ്ങൾ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവത്തിന്റെ ചില ഗുണങ്ങൾ നിസ്കരിച്ചത് കൊണ്ട് മാത്രം സ്വർഗത്തിലെത്തുമോ? നോമ്പെടുത്തത് കൊണ്ട് മാത്രം സ്വർഗത്തിലെത്തുമോ? ഒരു മുഅ്മിന് ഉണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണ്ടേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആവശ്യമില്ലാത്ത ചോദ്യോത്തരങ്ങളുമായി. മൂന്നാമത്തെ ഒരു കാര്യം പറയട്ടെ, അൻ ഇളാഅത്തിൽ മാൽ, മുതൽ വെറുതെ നശിപ്പിക്കുന്നു, പണം വെറുതെ ദൂർത്ത് കളിക്കുന്നു, പണം കൊണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു. പണമുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കളിക്കാൻ പറ്റുമോ? ഇത് എന്റെ പണമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പണം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ചെരുപ്പിൽ, നമ്മുടെ എല്ലാറ്റിലും ഇന്ന് പണം കൊണ്ട് ദുർവിനിയോഗം നടക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു, ഒരാളുടെ ദറജക്കനുസരിച്ചുള്ള വസ്ത്രം അയാൾക്ക് വേണം, ഒരാളെ ദറജക്കനുസരിച്ച് വസ്ത്രം വേണം. പക്ഷെ അത് വിചാരിച്ചിട്ട് ദുരുപയോഗം പാടുണ്ടോ? എന്നോട് ഒരു സഹോദരൻ വിളിച്ചു ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൽ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതേ, പെൺകുട്ടികളുണ്ട്. എന്തേ നീ ചോദിച്ചത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്റെ മകൻ ഒരു കല്യാണം കഴിച്ചു, 5 മാസം അവർ ഒരുമിച്ച് താമസിച്ചു. 6ാമത്തെ മാസം പൂർത്തിയായപ്പോഴേക്കും അവർ പിണങ്ങി വിവാഹ മോചനം നടത്തി. ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കിയ ഒരുപാട് വസ്ത്രങ്ങൾ എന്റെ വീട്ടിലുണ്ട്. ഇപ്പൊ 2ാമത്തെ കല്യാണം അടുത്തു വരികയാണ്. ആദ്യത്തെ കാര്യം തീർത്ത പെണ്ണിന്റെ, മൊഴി ചൊല്ലിയ പെണ്ണിന്റെ വസ്ത്രം പുതിയ പെണ്ണിന് കൊടുത്താൽ ഓളിൻ തരാക്കേണ്ടി വരും. ഓള് സ്വീകരിക്കാൻ നിൽക്കും. ഇത് മറ്റോള വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വീകരിക്കും. അടച്ചോനെ കുൽമാലായില്ല. അപ്പൊ പിന്നെ ഇയാൾ എന്ത് വിചാരിച്ചു? അദ്ദേഹം പറയാണ്, 2ാമത്തെ കല്യാണം ഇവിടെ അടുത്തു, ഓൾക്ക് ഏതായാലും പുതിയ ഡ്രസ്സ് എടുക്കണം. അപ്പൊ ആദ്യം മൊഴി ചൊല്ലി ഒഴിവാക്കിയ പെണ്ണിന്റെ ഡ്രസ്സൊക്കെ ഇവിടെ ബാക്കിയുണ്ട്, ഒക്കെ ഒരു പ്രാവശ്യം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, പുതിയതാണെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാം. പക്ഷെ ഒരു ബാച്ചിലെ കുട്ടികൾക്ക് മുഴുവൻ കൊടുക്കാൻ തികയാണ്. അല്ലാതെ 4 കുട്ടികൾക്ക് കൊടുത്തോ മറ്റു 4 കുട്ടികൾക്ക് കിട്ടാതിരുന്ന അവർക്കൊരു വേദനയല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു ബാച്ചിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നു. അപ്പൊ ഇയാൾ ചോദിച്ചു, ഒരു ബാച്ചിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? ഞാൻ പറഞ്ഞു 30 മക്കളുണ്ട് എന്ന് പറഞ്ഞു. 30 കുട്ടികളുണ്ട്. അപ്പോഴാണ് ഇയാൾ പറഞ്ഞത് 90 ജോഡി വസ്ത്രമുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ഭാര്യയും ഭർത്താവ് വെച്ച് നിന്നത് എത്ര മാസം? 6 മാസം. അതിൽ ഇണങ്ങി നിന്നത് എത്ര മാസം? 5 മാസം ഒരു പെണ്ണും പുരുഷനും ഒരുമിച്ച് ജീവിച്ചപ്പോഴേക്കും അവൾക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്ന ഡ്രസ്സിന്റെ ജോഡി എത്ര? 90 ജോഡി. അൻ ഇളാഅത്തിൽ മാൽ, മുതലുകൊണ്ട് ദുർവിനിയോഗം ചെയ്യാൻ പാടുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അധ്വാനിച്ചിട്ടാണ് എന്റെ പണമെങ്കിലും ഈ പണത്തിൽ ഒരുപാട് ആളുകൾക്ക് അവകാശമുണ്ട്. ആ അവകാശികളെ ഓർക്കാതെ നീ അതിന്റെ ദുർവിനിയോഗം പാടുണ്ടോ? ചില സംഗതികൾ നമ്മൾ പഠിക്കണം. പറമ്പ് എന്റേതാണ്, അതിൽ ലക്ഷങ്ങൾ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്. കിണർ എന്റേതാണ്, ഞാൻ കുത്തിയതാണ്. അതിലെ വെള്ളം എല്ലാവരുടേതുമാണ്. എന്റെ കിണറ്റിലെ വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് ദുർവിനിയോഗം ചെയ്യാൻ പറ്റുമോ? അപ്പുറത്തെ പറമ്പും ഇപ്പുറത്തെ പറമ്പും അപ്പുറത്തെ പറമ്പിലൊക്കെ നീരൊഴുക്കിൽ നിന്നാണ് എന്റെ പറമ്പിലെ കിണറിലേക്ക് വെള്ളം കിട്ടുന്നത്. അത് ഓരോന്നിലും അങ്ങനെയാണ്. കിണറും പറമ്പും നമ്മുടേതാണ്, വെള്ളം അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അധ്വാനിച്ചത് നമ്മളാണെങ്കിലും പണം അത് ആവശ്യത്തിന് ചെലവഴിക്കാനുള്ളതാണ്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവർ കോടിക്കണക്കിന് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. ഒരു നേരത്തെ ചുത്തടക്കാൻ റൊട്ടി കിട്ടാത്ത ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിനല്ല. പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ലോകത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ലോകത്ത് എത്രായിരം സ്ഥലങ്ങളിൽ മ്യാൻമറിൽ നിന്നും അഭയാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്ന ബംഗ്ലാദേശിൽ താമസിക്കുന്ന 8 ലക്ഷം മുസ്ലിമീങ്ങളുണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ. മ്യാൻമറിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അഭയാർത്ഥികളായി കഴിയുന്നുവെന്ന് നിങ്ങൾ വായിച്ചില്ലേ? ആ അഭയാർത്ഥികൾ എത്ര ലക്ഷം മുസ്ലിമീങ്ങളാണ്? 8 ലക്ഷം മുസ്ലിമീങ്ങളാണ്. അതിൽ 6.5 ലക്ഷം മുസ്ലിമീങ്ങളും അഭയാർത്ഥികളായി വന്നിരിക്കുന്നത് ബംഗ്ലാദേശിലാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം, അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, ഇരുട്ടും വെളിച്ചവും വ്യത്യാസമില്ലാതെ പട്ടിണി കിടന്ന് പ്രസവിച്ചിരിക്കുന്ന ചോര പൈതലിനെ നോക്കിയിട്ട് എന്റെ കുട്ടി ആദ്യം മരിക്കുമോ ഞാൻ ആദ്യം മരിക്കുമോ? ചോര പൈതലിന് മുലപ്പാല് കൊടുക്കാൻ സാധിക്കാതെ കണ്ണീരൊഴിക്കുന്ന ഉമ്മയുടെ കാഴ്ച നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം കൊണ്ട് ദുർവിനിയോഗം നടത്തുമ്പോൾ ഓർക്കണേ,
അൻ ഇളാഅത്തിൽ മാൽ, മുതൽ നിനക്ക് ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല. പണം ആര് അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും പണത്തിനൊരു മൂല്യമുണ്ട്, അത് ആവശ്യത്തിനെ ചെലവഴിക്കാവൂ. നമ്മൾ കുറെ നിസ്കാരക്കാരാണ്, നമ്മൾ കുറെ നോമ്പുകാരാണ്, നമ്മൾ കുറെ നല്ല ആളുകളാണ്, അതിലൊന്നും ഇപ്പൊ ആർക്കും തർക്കമില്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ വിരോധിച്ച കാര്യങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാടെന്താണ്, നമ്മുടെ നിലപാടെന്താണ്? ആയിരക്കണക്കിന് ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ വസ്ത്രം കൊണ്ടും ഭക്ഷണം കൊണ്ടും നമ്മുടെ പാർപ്പിടം കൊണ്ടും മറ്റുള്ളത് കൊണ്ടും ദുർവിനിയോഗം ചെയ്യുമ്പോൾ ഓർക്കണ്ടേ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന ജീവിത രീതിയെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെയെല്ലാം ആണ് നമ്മുടെ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഅ്മിനീങ്ങളായ ആളുകൾ അവർക്ക് എപ്പോഴും അല്ലാ എന്ന ഒരു ചിന്ത ഇരുട്ടിലും വെളിച്ചത്തിലും വേണം. അല്ലാ എന്ന ഒരു ചിന്ത നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും വേണം. അല്ലാ എന്ന ഒരു ചിന്ത നമ്മുടെ രോഗത്തിലും ആരോഗ്യത്തിലും വേണം. അപ്പോഴാണ് യഥാർത്ഥ ഈമാൻ. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹു വിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളും രണ്ടും ഞങ്ങൾ മുഖവിലക്കെടുക്കണം. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളാണോ അവർ മുത്തഖീങ്ങളായിരിക്കും. അല്ലാതെ ഔലിയാകുക എന്നുള്ളത് പീടിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല. തഖ്വ എന്നത് കച്ചവടപ്പൊടിയിൽ വിൽപ്പന നടത്തുന്ന സാധനമല്ല. ഔലിയാക്കളെ വേഷം കെട്ടാൻ ഏത് കടയിൽ നിന്നും സാധനം കിട്ടൂലേ? ആകെ 10 വിരലുള്ളൂ, 8 ഒരു മോതിരം, 8 വിരലും ഒരു മോതിരം. പിന്നെ സാധാരണ നല്ല നല്ല ആലിമ്യങ്ങൾക്കൊക്കെ തലയെക്കൊട്ട് ഒരു മുണ്ടുകൊണ്ടുള്ളൂ, ഇവർക്ക് 3 മുണ്ടുകൊണ്ട്. ഒന്ന് ചുമലിലും ഒന്ന് അവിടെയും ഇവിടെയും ഒക്കെ പാടിട്ടിട്ട് ഇങ്ങനെയാണ്. അയാൾക്ക് എന്തോ കിട്ടിയതാണ്. എന്താ ഈ എന്തോ കിട്ടിയത് ഇന്നതാന്നാണ് പറഞ്ഞാൽ പോയത്. എന്തോ കിട്ടിയതാണ് എന്ന് പറഞ്ഞു. അത് എവിടുന്നേ കിട്ടിയെന്ന് ചോദിച്ചു. അത് കൊടുകുന്നാണ്. കൊടുകുന്ന് എന്തോ കിട്ടിയതാണ്. അപ്പൊ കൊടുക് പോയി ചോദിച്ചു നോക്കുമ്പോൾ പുറത്ത് 4 കിട്ടിയതാണ്. അതാണ് എന്തോ കിട്ടിയതെന്നാണ്. അതെന്തേ? അപ്പൊ ഇയാളെപ്പോ ഒരു പെണ്ണുണ്ട്, അത് ഇയാളെ പെങ്ങളാണ്. പെങ്ങളെ തന്നെയാണ് ഇയാളെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി കൊടുക്കുന്ന് ചോദിച്ചു. ഇതാരാന്ന് വെച്ചത് പെങ്ങളാണ്. എടോ പെങ്ങളെ നീ എങ്ങനെ ഭാര്യയായിട്ട് സ്വീകരിക്കരുതെന്ന് വെച്ച് പള്ളിക്കത്തെ കാലിയായി. അത് നിങ്ങൾ സാധാരണ ആലിമീങ്ങൾക്ക് തിരിയില്ല. ഇതെന്താന്ന് വെച്ചാൽ ഇത് ആദം നബിന്റെ തരീഖത്താണ്. ആദം നബിന്റെ മക്കളെ പെങ്ങളും ആങ്ങളെയും നമ്മൾ കല്യാണം കഴിക്കാന്നാണല്ലോ ആദം നബിന്റെ മദ്ഹബിലുണ്ടായിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പൊ ഇത് ആദം നബിന്റെ തരീഖത്താണ്. അപ്പൊ പുറത്തൊരു 4 കിട്ടി. അതാണ് ഈ എന്തോ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഔലിയാക്കന്മാരും തെരഞ്ഞു നടക്കണ്ട. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളാണോ അവർ തഖ്വ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. എന്താണ് തഖ്വ? അത് അള്ളാഹു കൽപ്പിച്ചതിനനുസരിച്ച് വഴിപ്പെടുക, അള്ളാഹു വിരോധിച്ചത് മുഴുവനും ഉപേക്ഷിക്കുക. അങ്ങനെയുള്ള ജീവിതം നയിച്ച മഹാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മടവൂർ ശൈഖുനാ യാ ശൈഖനാ യാ ഖുത്ബ ദായിറത്തുൽ വിലായത്തി ഗൗസനാ അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനദ്ദീനി ലാ ഇലാഹ ഇല്ലല്ലാഹു يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا سيدي سيا ولي لا إله അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് ഔലിയാക്കൾ. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഉണ്ട്, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാ ഉസ്താദ്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിനെ സംബന്ധിച്ച് നിങ്ങൾ ചരിത്രം പഠിച്ചോ? മൂപ്പര് ജനിച്ച നാട്ടിൽ മൂപ്പരേക്കാൾ പ്രായമുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ അവരോടൊക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്കൂ. എങ്ങനെയാണ് സുലൈമാ ഉസ്താദിന്റെ ജനനം? വാപ്പ ആരായിരുന്നു?
ഉമ്മ ആരായിരുന്നു? ചെറുപ്പ കാലഘട്ടം എന്തായിരുന്നു? ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദിന്റെ 7 വയസ്സ്, അവിടുത്തെ 10 വയസ്സ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വളർച്ച അങ്ങനെ ഒരു മുതഅല്ലിമായി ബഹുമാനപ്പെട്ടവർ പ്രിയപ്പെട്ടവരെ ദർസുകളിൽ ഓതി ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ അടുത്തെത്തി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സുബ്ഹാന ജല്ല ജലാലുഹു കിതാബുകൾ ഓതി വലിയ മുദർരിസായി ഒതുക്കങ്ങൾ ഇഹ്യാ ഉസ്സുന്ന കോളേജിൽ പ്രിൻസിപ്പാളായി ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത് അങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വേണ്ടാത്ത ഒരു സഭയിൽ ഹാജരായിട്ടില്ല. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വേണ്ടാത്ത ഒരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ഒരു അനാവശ്യമായ വിഷയത്തിന് സമയം ചെലവഴിച്ചതായി നാട്ടുകാർക്കോ കൂടെ ഓതി പഠിച്ചവർക്കോ കൂടെ സ്കൂളിലും മദ്രസയിലും പഠിച്ചവർക്കോ ആർക്കും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയാനില്ല. ഔലിയാക്കളെ പറ്റി നിങ്ങൾക്ക് പഠിക്കണോ? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കളാണോ അവർ മുത്തഖീങ്ങളായിരിക്കും. നമ്മുടെ പണ്ഡിത സഭയ്ക്ക് നേതൃത്വം നൽകുന്ന സുലൈമാൻ ഉസ്താദിനെ പറ്റിയിട്ട് പഠിക്കാൻ ധാരാളം വഴികളുണ്ട്. ഒന്നും വേണ്ട, ജന്മനാട്ടിലൊന്ന് പോയിട്ട് മൂപ്പരേക്കാൾ പ്രായമുള്ള ഉമ്മമാരും ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പമാരും ജീവിച്ചിരിപ്പുണ്ട്. ഒരു പഠനം നടത്തി നോക്കൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർന്നിരിക്കുന്ന യുവാവ്. ബഹുമാനപ്പെട്ടവരെ യുവത്വത്തെ പറ്റി പഠിച്ചു നോക്കൂ നിങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈയിടെ ഒരു ആവശ്യത്തിന് ഒരു ദീർഘമായ യാത്രക്ക് വേണ്ടി ഒരു ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ഒരുങ്ങി. ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദിനെ കണ്ടിട്ട് ഞങ്ങളൊക്കെ ഈജിപ്തിലേക്ക് ഷാഫി ഇമാം അടക്കമുള്ളവരെ സിയാറത്ത് ചെയ്യാൻ ഒരു യാത്രയുണ്ട്, ഉസ്താദും കൂടെ വരണമെന്നോ. അപ്പൊ സുലൈമാ ഉസ്താദ് പറഞ്ഞു, ഞാനിപ്പോ അതിന് ഒരുങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ യാത്രക്ക് ഒരു 1.5 ലക്ഷം ഉറുപ്പികയുടെ ചെലവുണ്ടല്ലോ. അപ്പൊ അത് ഉദ്ദേശിച്ചായിരിക്കാം. അതുകൊണ്ട് പൊന്മുള ഉസ്താദ് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട, അതിനൊക്കെ നമുക്ക് മാർഗം ഉണ്ടാക്കാമെന്നു. അപ്പൊ സുലൈമാ ഉസ്താദ് പറഞ്ഞു, ഒരു മാർഗവും ഉണ്ടാക്കണ്ട. ഞാൻ 60 വയസ്സിന് ശേഷം, എനിക്കിപ്പോ വയസ്സ് 60-ന് മുകളിലായി, 60 കഴിഞ്ഞാൽ നിങ്ങൾ മരണത്തെ കാത്തിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുഷ്കാലം 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. അത് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ 63-ൽ റസൂലുള്ളാഹി വഫാത്തായി. തൊട്ടടുത്ത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് 63-ൽ വഫാത്തായി. തൊട്ടടുത്ത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് 63-ൽ വഫാത്തായി. ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ 63-ലോ അല്ലെങ്കിൽ 65-ലോ വഫാത്തായി. ഓ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഓർത്തു നോക്കൂ നിങ്ങൾ. സുലൈമാ ഉസ്താദ് പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് ഗാലിബുൽ ഉംർ, ഈ ഉമ്മത്തിന്റെ അധിക ആളുകൾക്കും കണക്കാക്കിയ വയസ്സ് 60-70-ന്റെ ഇടക്കാണ്. എനിക്ക് വയസ്സ് 60-ന് മുകളിലെത്തിയപ്പോൾ 60 മുതൽക്ക് ഞാൻ ആരോടും ഒരു പൈസ കടം വാങ്ങിയിട്ടില്ല. 60 ആയതിനു ശേഷം ഞാൻ ആർക്കും ഒരു ഇടപാട് നിലനിർത്തിയിട്ടില്ല. 60-ന് ശേഷം ആർക്കും ഒരു ഹക്കടപാട് കൊടുക്കാൻ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ എപ്പോഴും മരിക്കാനുള്ള ഒരുക്കത്തിലാണ്. 60 കഴിഞ്ഞില്ലേ, ഇനി ഏത് സമയത്തും മരണപ്പെടാമല്ലോ. നോക്കണം നിങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾ ആരാ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണോ അവർ എപ്പോഴും മുത്തഖീങ്ങളായിരിക്കും. സുലൈമാ ഉസ്താദ് നിങ്ങൾ അടുത്തു നോക്കി, എന്തൊരു നല്ല സ്വഭാവം, എത്ര സൗമ്യത, എത്ര ലാളിത്യം, എത്ര താഴ്മ. യാ റബ്ബ് യാ റബ്ബ്. ബഹുമാനപ്പെട്ടവർ SYSന്റെ ഹജ്ജ് സംഘത്തിന് ചീഫ് അമീർ സുലൈമാ ഉസ്താദും ഞാൻ ഡെപ്യൂട്ടി അമീറും. സുബ്ഹാനല്ലാഹ്, എപ്പോഴും സുലൈമാ ഉസ്താദിനൊരു ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം എന്നെന്റെ മനസ്സിൽ തോന്നുമ്പോഴേക്കും മൂപ്പരാ കാര്യം ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ മൂപ്പർക്കൊരു ഖിദ്മത്ത് അങ്ങോട്ട് ചെയ്തു കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും മൂപ്പരാ കാര്യം ഇങ്ങോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാകും. അതാണ് തഖ്വയുള്ള ജീവിതം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഔലിയാക്കൾ ഇപ്പൊ ഇനി എവിടെ ഔലിയാക്കൾ എന്ന് ചോദിക്കും ചില ആൾക്കാർ. ഇങ്ങനത്തെ ഔലിയാക്കന്മാരുണ്ടാവില്ല. ഏത് ഒരു 8 മോതിരം, ഒരു 5-8 ഇതെല്ലാം കൂടി അയലുമെന്ന് വീണിട്ട് ഇതെല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ നടക്കണേ, നിങ്ങൾ ഇതാ ഔലിയാന്ന് വിചാരിച്ചു. ഇതൊക്കെ ഔലിയാനെ മോശപ്പെടുത്താൻ,
ഈ മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാർക്കിടയിൽ ഔലിയാക്കളെ അപമാനപ്പെടുത്തുന്നതിനും അവരെ പറ്റിയുള്ള വേണ്ടാത്ത വിചാരം ഉണ്ടാക്കുന്നതിനും അല്ലാതെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇ, അല്ലാഹുവിനെ ഭയപ്പെട്ടോ എല്ലാ ജീവികളും അവരെ ഭയപ്പെടും. അതാണ് ഔലിയാക്കളുടെ രീതി. ഔലിയാക്കൾ അള്ളാഹനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകളാണ്. ആ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലിമീങ്ങൾ, നല്ല തഖ്വ ചെയ്ത് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പരിശോധിച്ചാൽ ഇവിടെ പാനൂരിനടുത്ത് എന്തായിരുന്നു ആ പള്ളിക്ക് പേര്? പൂക്കോത്ത് അല്ലേ? ആ പൂക്കോത്ത് പള്ളിയിൽ മുദരിസായിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു കാങ്ങാട്ടൂർ എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ. സുബ്ഹാനല്ലാഹ്. ഇവിടെ നാദാപുരം പള്ളിയിൽ ഉണ്ടായിരുന്നു കിയനോർ എന്ന് പറഞ്ഞ മഹാൻ. അങ്ങനെ എത്ര ഓറന്മാരെ ഇവിടെ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര വലിയ മഹാന്മാര്. അല്ലാഹ് അല്ലാഹ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് മിനിഞ്ഞാൻ ഇവിടെ വന്നില്ലേ? അല്ലാഹുവിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, നീ ആഫിയത്തും ഇസ്സത്തും കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ലപോലെ ഓർത്തു നോക്കിക്കോ, മഹാന്മാരായ ആളുകളെ ഓർക്കണം. ഇപ്പോ ബഹുമാനപ്പെട്ട AP ഉസ്താദ് മിനിഞ്ഞാൻ രാത്രി ഇവിടെ നിന്ന് പോകുമ്പോ എത്ര മണിയായിട്ടുണ്ട്? ഇവിടുന്ന് പോകുമ്പോ 11:30 ആയിട്ടുണ്ട്. അപ്പൊ മൂപ്പര് മർക്കസിലെത്തുമ്പോ എത്ര മണിയാവും? അല്ലെ, നമുക്കൊന്ന് കണക്കൂട്ട. എത്ര മണിയാവും? 1 മണിയെങ്കിലും അല്ലേ? 1 മണിയെങ്കിലും. എന്നിട്ട് പോയി ഒരു ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് വിശ്രമിച്ചു ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ എത്ര മണിയാവും? 1:30 മണിയാവും അല്ലേ? ആദ്യം നമ്മളിപ്പോ ഇവിടുന്ന് പോകാവും. അങ്ങനെ 1:30 മണി 2 മണിയായിട്ടല്ലാതെ ഉസ്താദിന് ഉറക്കമില്ല. രാവിലെ മർക്കസിൽ ഏറ്റവും നേരം വൈകി ഉറങ്ങുന്ന ആള് AP ഉസ്താദാണ്. ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്ന ആളും ആരാണ്? AP ഉസ്താദ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. സുബ്ഹാന ജല്ല ജലാലു. അന്ന് വയല് കേട്ടിട്ട് നിങ്ങളൊക്കെ 15 മിനിറ്റ് കൊണ്ട് പരിയിലെത്തിയില്ലേ? ഞമ്മളൊക്കെ സുബൈ നിസ്കരിച്ചിട്ട് ഒന്നും കൂടി കിടന്ന് ഒന്ന് വിശ്രമിച്ച് ഒന്ന് റാഹത്തായോ അല്ലേ? സുബ്ഹാനല്ലാഹ്. ഉസ്താദോ രാവിലെ 6:30 മണിക്ക് ഉസ്താദിന്റെ ബുഖാരി ദർസ് ആരംഭിച്ചു. 6:30 മണിക്ക് ബുഖാരി ദർസ് തുടങ്ങും. ആ ബുഖാരിയുടെ ദർസിന് അങ്ങോട്ട് ഇരുന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റ് കോളേജുകളിൽ നിന്ന് വലിയ വലിയ ദർസുകളിൽ നിന്ന് വലിയ കിതാബുകൾ ഓതിയിട്ട് വലിയ വലിയ കിതാബുകൾ ഓതിയിട്ട് പേരോട് ഉസ്താദിന്റെ അടുത്ത് ഓതിയ ആൾക്കാർ, ഖലീൽ തങ്ങൾ പാപ്പാന്റെ അടുത്ത് ഓതിയ ആൾക്കാർ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ അടുത്ത് ഓതിയ ആൾക്കാർ, അങ്ങനെ വലിയ വലിയ ഉസ്താദുമാരിൽ നിന്നൊക്കെ കിതാബ് ഓതിയിരിക്കുന്ന ആളുകൾ ഉപരിപഠനത്തിന് വേണ്ടി വന്നിട്ടാണ് ഉസ്താദിന്റെ ബുഖാരി ദർസിലിരിക്കുന്നത്. എല്ലാവരും വലിയ വലിയ ആളുകൾ. അവരുടെ ഇടയിൽ 6:30 മണിക്ക് ഉസ്താദ് ഇരുന്നിട്ട് ദർസ് തുടങ്ങി. ആ ദർസ് ആരംഭിക്കുകയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി عن ابن عمر رضي الله عنهما أنه قال قال رسول الله عن ابن مسعود رضي الله عنهما أنه قال قال رسول الله. ഓരോ ഹദീസും ഇങ്ങനെ വായിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹി എന്ന് ഞാനിപ്പോ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞപ്പോ നിങ്ങൾ എത്ര ആൾ സ്വലാത്ത് ചൊല്ലി? എന്റെ നാവുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര ആൾ സ്വലാത്ത് ചൊല്ലി? ഈ കാണുന്ന 100 കണക്കിന് ആളുകൾ സ്വലാത്ത് ചൊല്ലിയില്ലേ? എന്ന ഉസ്താദിന്റെ ബുഖാരി ദർസിൽ 400 ആള് 500 ആള് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഉസ്താദിന്റെ ബുഖാരി ദർസ് നെറ്റ് കണക്ഷൻ കൊടുത്തിട്ട് ആ ദർസ് കേട്ടുകൊണ്ട് ദുബായിൽ ആളിരിക്കുന്നുണ്ട്, അബുദാബിയിൽ ആളിരിക്കുന്നുണ്ട്, സൗദി അറേബ്യയിലുണ്ട്. പല ഭാഗത്തും ഉസ്താദിന്റെ ബുഖാരി ദർസ് കേൾക്കാൻ അറബികൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉസ്താദിന്റെ ബുഖാരി ദർസ് മലയാളത്തിലല്ല അറബിയിൽ വായിച്ച് അറബിയിൽ തന്നെ അർത്ഥം പറയാണ്. അത് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് ആ ദർസിലിരിക്കുന്ന ആലിമീങ്ങൾ. സുബ്ഹാനല്ലാഹ്. 6:30 മണിക്ക് തുടങ്ങുന്ന ഉസ്താദിന്റെ ബുഖാരി ദർസ് 2 ഘട്ടമായി 9 മണിക്ക് അവസാനിക്കുമ്പോഴേക്ക് എത്രായിരം ആളുകളെ കൊണ്ട് ഖാല റസൂലുള്ളാഹി രാവിലെ സുബഹി നിസ്കരിച്ച് 9 മണിയാകുമ്പോഴേക്ക് ഉസ്താദിന്റെ നാവിലൂടെ മുത്തുനബിയുടെ സ്വലാത്ത് 10,000 കണക്കിന് ആളുകൾ ചൊല്ലിയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ഹദറത്തിലേക്ക് ദിവസവും ലക്ഷക്കണക്കിന് സ്വലാത്ത് ആ നാവിലൂടെ മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് എത്തിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തിരിക്കുന്ന മഹാനാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഔലിയാക്കളെ തെരഞ്ഞ് ഏരിയപ്പങ്ങൾ നടക്കുന്നത്
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദിന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടിയിട്ട് കൊടുത്തത് ഒരു പക്ഷേ നിങ്ങൾ 10,000 കൊടുത്തിട്ടുണ്ടാകും, അറബി 10 ലക്ഷം കൊടുത്തിട്ടുണ്ടാകും. കിട്ടുന്നത് ഉസ്താദിന്റെ കൈക്കാണ്. അത് കിട്ടിയിട്ട് എത്രായിരം മുത്തഅല്ലിമീങ്ങളെയാണ് ഉസ്താദ് പോറ്റിക്കൊണ്ടിരിക്കുന്നത്, എത്രായിരം യതീമക്കളെയാണ് പോറ്റിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദ് മുഖേന എത്ര ആലിമീങ്ങളെയാണ് പോറ്റുന്നത്, ഉസ്താദ് മുഖേന എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ അതിന്റെ പ്രതിഫലം എത്രയാണ്? ഒരാൾക്ക് നമ്മുടെ കൈകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ അതിന് അല്ലാഹു തആല എത്ര പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കൊല്ലങ്ങളായി ഉസ്താദ് തന്റെ 20ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് പൊതുപ്രവർത്തനം. ഈ ദീനി ഖിദ്മ 20ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഉസ്താദിന് വയസ്സ് 80ആയി. 60 വയസ്സിലെ ഖിദ്മക്കിടയിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രായിരം ആളുകളെ കണ്ണീരിന് പരിഹാരം കാണാൻ, എത്രായിരത്തിന്റെ വിശപ്പിന് പരിഹാരം കാണാൻ, എത്രായിരം ആളുകൾക്ക് ഇൽമു പഠിപ്പിക്കാൻ ഉസ്താദിന് അല്ലാഹു തആല ഭാഗ്യം കൊടുത്തു. അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ മഹത്തുക്കളെ എടുത്തോ. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ മഹത്തുക്കൾ നിങ്ങൾ നോക്ക്. വടകര മുഹമ്മദാജി തങ്ങൾ പാപ്പ AP ഉസ്താദുമായിട്ട് എത്ര ബഹുമാനത്തിലാണ് ബന്ധം. ചാപ്പനങ്ങാടി വാപ്പൂരൽ പാപ്പ എത്ര ബഹുമാനത്തിലാണ് AP ഉസ്താദുമായിട്ട് ബന്ധം. ബഹുമാനപ്പെട്ട മടവൂര് ശൈഖുന AP ഉസ്താദുമായിട്ട് എത്ര അടുപ്പത്തിലാണ് ബന്ധം. സുബ്ഹാന ജല്ല ജലാലു താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ എത്രയാണ് AP ഉസ്താദുമായിട്ടുള്ള ബന്ധം. എന്തിനേറെ പറയണം, മക്കയിലെ മുഹമ്മദ് മാലിക്കി തങ്ങളും അതേപോലെ തന്നെ അബ്ബാസ് മാലിക്കി തങ്ങളും, മാലിക്കി കുടുംബം, കഅബ ശരീഫിന്റെ അടുത്ത് താമസിക്കുന്ന ആലിം കുടുംബം, സയ്യിദ് കുടുംബം, അല്ലാ മദീനയിൽ ബഹുമാനപ്പെട്ട ഹസൻ ഷദ്ദാദ് തങ്ങൾ എത്ര വലിയ മഹാനായി അറിയപ്പെട്ട ആളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യമനിലെ ഉമർ ഹഫീദ് തങ്ങൾ എത്ര വലിയ മഹാനാണ്. കുവൈത്തിൽ അടുത്ത സമയത്ത് വഫാത്തായി ഷേഖ് ആഷിം റിഫായി തങ്ങൾ, റിഫായി ഷേഖിന്റെ കുടുംബത്തിലെ 32ാമത്തെ പേരക്കിടാവ് എത്ര വലിയ മഹാനാണ്. ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഏതൊരു വലിയും ഏതൊരു ഷേഖുമുണ്ടോ അവരെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന മഹാനാണ് ഷേഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. ഔലിയാക്കൾ അവര് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടത്തെ നമ്മളെ ഉസ്താദിനെ ഒരുപാട് മദ്ഹ് ചെയ്തു. എന്നാ ഇപ്പൊ ഉസ്താദിന് വലിയ പ്രശംസയായപ്പോ നമ്മൾ ഇനി ഉസ്താദിനെ കുറെ കുറ്റപ്പെടുത്തി. എന്നാ ഇനി മൂപ്പർക്ക് വല്ല കുഴപ്പമുണ്ടോ? ആക്ഷേപിക്കുന്നവര് ആക്ഷേപം പറയാൻ തുടങ്ങിയിട്ട് കാലത്രയായി. ഉസ്താദിനെ അനുകൂലിക്കുന്നവരും ജീവിക്കുന്നവരും ഉസ്താദിനെ കൊണ്ടാണ്, എതിരാളികളും ജീവിക്കുന്നത് ഉസ്താദിനെ കൊണ്ടാണ്. അല്ലേ? എതിരാളികൾക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഒരാളില്ലെങ്കിൽ ഓരോ റിസ്ക് മുടങ്ങിപ്പോകും. അതുകൊണ്ട് ഓരും ദ്വാർക്കണ AP ഉസ്താദിന് ദീർഘായുസ് കിട്ടിയെങ്കിൽ എന്നെങ്കിലേ നമ്മളെ ഹയാത്ത് നിലനിൽക്കുള്ളൂ. അല്ലേ? അനുകൂലിക്കുന്നവർ പിന്നെ ഏതായാലും അങ്ങനത്തെ നോക്ക്. നിങ്ങൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ കേട്ടു. ഉസ്താദിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒരടി മുന്നോട്ടല്ലാതെ ബാക്കിലോട്ടുണ്ടോ? ഔലിയാക്കൾക്ക് അത് സാധിക്കും. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ആക്ഷേപം കേട്ടപ്പോൾ പിന്തിരിയാൻ തോന്നിയിട്ടില്ല. റിഫായി ശൈഖ് തങ്ങൾക്ക് ആക്ഷേപം കേട്ടപ്പോൾ പിന്തിരിയാൻ തോന്നിയിട്ടില്ല. ഔലിയാക്കന്മാർക്ക് ആർക്കും തോന്നിയിട്ടില്ല. ആക്ഷേപിക്കുന്നവൻ ആക്ഷേപിക്കുക. അമ്പിയാക്കൾ ആരെങ്കിലും ആക്ഷേപം കേട്ടിട്ട് പിന്തിരിഞ്ഞിട്ടുണ്ടോ? 900 കൊല്ലം പ്രവർത്തിച്ചിട്ടും നൂഹ് നബി പിന്തിരിഞ്ഞോ? അമ്പിയാക്കളെ അനന്തരാവകാശികളല്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര കാലമായി ആക്ഷേപം പറയാൻ തുടങ്ങിയിട്ട് ഒരടി പിന്നോട്ടുണ്ടോ? ആക്ഷേപം തുടങ്ങിയപ്പോഴാണ് മർക്കസിന് സ്ഥലത്ത് അന്ന് 10 ഏക്കറ വാങ്ങുന്നത്. ആക്ഷേപം കൂടാന്ന് പറഞ്ഞപ്പോ അത് 30 ഏക്കറായി. ഇപ്പെല്ലാം കൂടി AP ഉസ്താദിന്റെ മയ്യത്തുണ്ടാക്കിയിട്ട് കുറേ ആളുകൾ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചു. ഒരാൾ ജയിക്കേ തോൽക്കേ എന്തോ ചെയ്തില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഉസ്താദിന്റെ ഡെഡ് ബോഡി ഉണ്ടാക്കിയിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നു. അപ്പൊ ഉസ്താദ് നോളജ് സിറ്റിക്ക് 100 ഏക്കറ വാങ്ങി. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ മുത്തഖീങ്ങളാണ്. മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ആക്ഷേപമോ ഒരാളെ സന്തോഷമോ രണ്ടും അവര് പരിഗണിക്കുകയില്ല. ഒരാൾ കുറെ മദ്ഹ് ചെയ്തു, ഓക്കെ. ഒരാൾ കുറെ ദമ്മ് ചെയ്തു, ഓക്കെ.
അവരത് രണ്ടും പരിഗണിക്കാൻ നിൽക്കുന്നവരല്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട കാര്യം തീരുമാനിച്ചോ അത് നടത്തുക. അത് ആക്ഷേപിക്കുന്നവൻ ആക്ഷേപിക്കും, ഗുണം പറയുന്നവൻ ഗുണം പറയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഓർക്കണം, ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അവര് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ ഇരുട്ടിലും വെളിച്ചത്തിലും ഭയപ്പെടുന്നവരാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും അള്ളാഹുവിനെ മനസ്സിൽ തീരുമാനിച്ചവരാണ്. അള്ളാഹ് കണക്കാക്കിയതേ സംഭവിക്കുകയുള്ളൂ, അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാ പോലോത്ത മഹാന്മാരെ അനുസ്മരണം നമ്മൾ ആലോചിക്കുന്നത് എന്തിന്റെ പേരിലാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാനിനെ ഒന്ന് അളന്നു നോക്കാൻ, നമ്മുടെ ഈമാനിന്റെ വർധനവിനെ പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് തിന്മകളിൽ നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. മാറി നിൽക്കേണ്ട തിന്മകളെ ഓർക്കാതെ ചെയ്യേണ്ട നന്മകളെ മാത്രം വർദ്ധിപ്പിച്ചാൽ മതിയോ? അള്ളാഹുവിന്റെ ദീൻ വിരോധിച്ചത് ഉപേക്ഷിക്കുക, അള്ളാഹുവിന്റെ ദീൻ കൽപ്പിച്ചത് എടുക്കുക, രണ്ടും ചേർന്നതാണ് തഖ്വ. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കളെല്ലാം മുത്തഖീങ്ങളായിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുത്തഖീങ്ങളായ മഹാന്മാർക്ക് അള്ളാഹ് കൊടുത്തൊരു ബഹുമതിയുണ്ട്. എന്താണ് ആ ബഹുമതി? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അള്ളാഹുവിനെ പേടിച്ചോ അവരെ എല്ലാവരും പേടിക്കും. ഈജിപ്ത് അടക്കമുള്ള അമ്പിയാക്കളെ ഭൂമിയിൽ ഞങ്ങൾ ഒരു സിയാറത്ത് യാത്ര പോയി. ഒരു 10-40 പേരുണ്ട്. ആ സിയാറത്ത് യാത്രയിൽ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മഖാമ് സിയാറത്തിന് പോയി. അത് ഈജിപ്തിൽ നിന്ന് കുറെ പോയിട്ട് ഒരു പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിലാണ്. അവിടെ നമ്മൾ സിയാറത്തിന് പോയപ്പോൾ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ മഖാമിന്റെ തൊട്ടടുത്ത് മറ്റൊരു മഖാമുണ്ട്. അത് ദാനിയാൽ നബി അലൈഹിസ്സലാമിൻ്റെതാണ്. ദാനിയാൽ നബി ഒരു പക്ഷേ സാധാരണക്കാർക്ക് അറിയില്ല. 25 അംബിയാ മുർസലീങ്ങളെ പേരിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് സാധാരണക്കാർക്ക് അറിഞ്ഞില്ല എന്ന് വരും. ഖുർആൻ തഫ്സീറുകൾ പരിചയമുള്ളവർക്ക് ധാരാളം അറിയാം. ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ മഖാമാണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ തൊട്ടടുത്തുള്ളത്. അതിന്റെ അടുത്ത് ഒരു വലിയ കുഴിയുണ്ട്, ഒരു വലിയ കിണർ. അപ്പൊ ആ കിണറിനെ പറ്റിയിട്ട് അവിടെ ഒരു ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിന് പുറമെ അവിടുത്തെ പഴമക്കാര് പറഞ്ഞു കേട്ട് വരുന്നതുണ്ട്. അതെന്താ? ദാനിയാൽ നബി അലൈഹിസ്സലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആളുകളെ. അവിടുത്തെ പ്രമുഖർക്കെല്ലാം ദാനിയാൽ നബിയോട് വിരോധമായി. വിരോധം വർദ്ധിച്ചു. ആ വിരോധം വർദ്ധിച്ചപ്പോൾ ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ ചതിയിൽ കൊന്നുകളയാം എന്നാണ് അവർ പ്ലാൻ ഇട്ടത്. യാ റബ്ബ്, വന്യമൃഗങ്ങളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ അവരൊരു ചതിക്കുഴി കുഴിച്ചു വെച്ചു. യാ റബ്ബ്, ആ ചതിക്കുഴി അറിയാതെ ആ വഴിക്കിങ്ങനെ കാട്ടിലൂടെ നടന്നു വന്നിരിക്കുന്ന ഒരു സിംഹം ആ കുഴിയിൽ വീണ് കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ആ കുഴിയിൽ വീണിട്ട് സിംഹം കരയാൻ തുടങ്ങി. മാംസം ഭക്ഷിച്ച് പരിചയമുള്ള സിംഹത്തിന് ആ കുഴിയിൽ വെച്ച് ഭക്ഷണം കിട്ടാതെ 2 ദിവസം അത് കരഞ്ഞു. ആ സമയത്ത് അവിടുത്തെ പ്രമുഖർ ചേർന്നിട്ട് ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കെട്ടി കൈകാലുകൾ കൂട്ടിക്കെട്ടിട്ട് അവർ കൊണ്ടുവന്നിട്ട്, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, 2 ദിവസമായി ഭക്ഷണം കിട്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിംഹത്തിന്റെ വീണ് കിടക്കുന്ന കുഴിയിലേക്ക് ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ ഇട്ടുകൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഇനി എന്താ വേണ്ടത്? സിംഹത്തിന്റെ കരച്ചിൽ നിന്നു. ആ നാട്ടുകാരൊക്കെ വിചാരിച്ചു ദാനിയാലിനെ കടിച്ച് കഷ്ണം കഷ്ണമാക്കി മുഴുവനും സിംഹം തിന്നു കളഞ്ഞിട്ടുണ്ടാകും. 2 ദിവസം കഴിഞ്ഞിട്ട് വിവരമറിയാൻ അവരൊന്ന് ആ കുഴിയുടെ അടുത്തേക്ക് പോയി നോക്കി. അല്ലാഹു അല്ലാഹ്. നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ കുഴിയുടെ അടുത്തിലെത്തി നോക്കുമ്പോൾ സിംഹം ഒരു ഭാഗത്തും ദാനിയാൽ നബി മറുഭാഗത്തും മുഖാമുഖം ഇരിക്കുകയാണ്. എന്തൊരു സന്തോഷത്തിൽ, എന്തൊരാനന്ദത്തിൽ, എന്തൊരാഹ്ലാദത്തിൽ! അവരുടെ മുന്നിൽ ഒരു ഭക്ഷണത്തിന്റെ തളികയുണ്ട്. ദുനിയാവിൽ ഒരിക്കലും കാണാത്ത ഭക്ഷണം അവരെ മുന്നിൽ കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അമ്പിയാക്കളും അല്ലാഹുവിന്റെ ഔലിയാക്കളും അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്. അല്ലാഹു അവരെ സഹായിക്കുമെന്നതിൽ തർക്കമില്ല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ.
സിംഹത്തിന്റെ വായിലേക്ക് ദാനിയാൽ നബി അലൈഹി സ്വലാമിനെ കിട്ടിയപ്പോൾ സിംഹത്തിന് നല്ലൊരു കൂട്ടുകാരനെ കിട്ടി. മാത്രമല്ല നല്ല ഒത്ത കൂട്ടുകാരനായി. ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന സിംഹത്തിന് ദാനിയാൽ നബിയെ കൊണ്ട് ഭക്ഷണം കിട്ടുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പാപ്പ അനുഭവത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം മടവൂര് ശൈഖുനായെ പറ്റി ഓർമ്മപ്പെടുത്തട്ടെ. ഒരു ദിവസം മൈസൂരിൽ നിന്ന് ഒരു ലോറി നിറയെ സാധനങ്ങളുമായി ഒരാള് ലോറി വിട്ടു വരികയാണ്. പാതിരാ സമയത്ത് അന്ന് ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാ അവറുകൾ താമരശ്ശേരി ചുരത്തിലൊക്കെ കയറിയിട്ട് പാതിരാക്ക് സുജൂദ് ചെയ്ത് ഒറ്റക്ക് പാതിരാ സമയത്ത് മലമുകളിൽ കയറി ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ട. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ പോലെ റോഡ് വികസിക്കുകയും സൗകര്യങ്ങളാവുകയും ചെയ്തിട്ടില്ല. ആ ലോറി ഡ്രൈവർ പാതിരാ സമയത്ത് ലോറി വിട്ടു വരുമ്പോൾ ചുരത്തിന്റെ ഏറ്റവും കാടായ സ്ഥലത്ത് ഇങ്ങനെ എത്തുന്ന സമയത്ത് വെളുവെളുത്ത ഒരു മനുഷ്യൻ തൊട്ടടുത്ത് ഒരു കൊമ്പനാന, നല്ല ഒരു കാട്ടാനെയും ഒരു മനുഷ്യനെയും പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ടപ്പോൾ ലോറി ഡ്രൈവർ പേടിച്ച് അമ്പരന്ന് പോയി. അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ട് അതിവേഗത്തിൽ വണ്ടി ഓടിച്ചു പോന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലിങ്ങനെ പടച്ചോനെ, ആ ആനയും ആ മനുഷ്യനും, ആ ആന ആ മനുഷ്യനെ എന്ത് ചെയ്തിട്ടുണ്ടാകും? അദ്ദേഹം പിറ്റേ ദിവസം ഇങ്ങനെ വാർത്ത കേൾക്കാൻ കാത്തിരിക്കാണ്. ആന ഒരു മനുഷ്യനെ കൊന്നത്. യാ റബ്ബ്, വാർത്തകളിലൊന്നും അത് കേൾക്കുന്നില്ല, കാണുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ പിന്നെ എപ്പോഴും ആ ആനയെയും മനുഷ്യനെയും കണ്ടതിങ്ങനെ ഓർക്കും. കൊല്ലം 12 കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞ ശേഷം ഈ ലോറി ഡ്രൈവർ ഒരു ദിവസം മടവൂർ ശൈഖുനാ അവറുകൾ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ ഖൽവത്തിൽ ഇരുന്ന് വിശ്രമിക്കുന്ന കാലഘട്ടം, ഖൽവത്തിൽ അല്ലാഹ് എന്ന് ദിക്റായി കഴിയുന്ന കാലഘട്ടം. അപ്പൊ ഒരാൾ കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും, ബഹുമാനപ്പെട്ടവർക്ക് സലാം ചൊല്ലി. സലാം മടക്കി ചോദിച്ചു, നിന്റെ ലോറി പിന്നെ എന്തായി? ഇയാൾക്കൊന്നും മനസ്സിലാവില്ല. അല്ല, എന്റെ ലോറിയും വിട്ടിട്ട് പിന്നെ എവിടേക്ക് പോയത്? ഇയാൾക്കൊന്നും മനസ്സിലാവില്ല. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചു, ഇജ്ജല്ലേ ആ താമരശ്ശേരി ചുരത്തുനിന്ന് ലോറി എടുത്ത് പാഞ്ഞത്? അപ്പോഴാണ് മൂപ്പര് ആലോചിക്കുന്നത്, പടച്ചോനെ, ആ ആനന്റെ ഒപ്പം കാട്ടിലുണ്ടായ മനുഷ്യൻ ആരാണ്? ഈ കിടക്കുന്ന മഹാനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ലോകത്തുള്ള സൃഷ്ടിചരാചരങ്ങളെ മുഴുവനും അള്ളാഹ് പഠിച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യൻ അള്ളാനെ ഭയപ്പെട്ടോ ജീവജാലങ്ങളൊക്കെ നമ്മെ ഭയപ്പെടും. നമ്മൾ അള്ളാനെ ഭയപ്പെട്ടോ എല്ലാം നമ്മെ ഭയപ്പെടും. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മലക്കുകളെ അള്ളാഹു തആല ഖാദിമാക്കി നിശ്ചയിക്കുമല്ലോ. മലക്കുകളെ അല്ലാഹു തആല ഖാദിമായി നിശ്ചയിക്കും. ആർക്ക്? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ അത്തരം ഔലിയാക്കളായ ആളുകളോട് നമുക്ക് പറയാം, യാ ശൈഖനാ യാ ശൈഖ മടവൂരിൻ അതൈനാ ബാബകും റാജീന ഫൗസൻ കാമിലൻ യാ സയ്യിദി സിയം വലി ലാ ഇലാഹ ഇയാള് പിന്നെയും വേറെ പറയിപ്പിക്കാനുള്ള ഒരുക്കാൻ നടത്തുന്നത്. നമ്മളെ നിർത്താൻ വേണ്ടി സഹായിക്കല്ല. അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരെ നാവിന് ഒരു വിലായത്തിന്റെ കഴിവുണ്ട്, അവരുടെ കണ്ണിന് ആ വിലായത്തിന്റെ കഴിവുണ്ട്, അവരുടെ കാതിന് ആ വിലായത്തിന്റെ കഴിവുണ്ട്, അവരുടെ കൈകൾക്ക് ആ വിലായത്തിന്റെ കഴിവുണ്ട്, അവരുടെ ഓരോന്നിനും ഉണ്ട്. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയിൽ നിന്ന് അനുഭവമുള്ള എത്ര ആളുകൾ ഈ കൂടിയിരിക്കുന്ന കൂട്ടത്തിലുണ്ട്? എത്ര ആളുകൾ ഈ കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ മടവൂർ ശൈഖുനായെ കണ്ടവരുണ്ട്? കണ്ടവരെ കൈവന്തിക്കാൻ ഞാൻ പറയേണ്ടതില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകൾ ഇവിടെ മടവൂർ ശൈഖുനെ കണ്ട് അനുഭവമുള്ളവരുണ്ട്? നീറുന്ന കൽബുമായി 100 പ്രശ്നങ്ങളുമായി ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാന്റെ കാൽക്കലെത്തിയാൽ ബഹുമാനപ്പെട്ടവരോട് ലോകത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അത് വേണ്ട, ബഹുമാനപ്പെട്ടവര് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെ.
എത്ര അനുഭവങ്ങളാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അത് ഔലിയാക്കൾക്ക് ദീനിന്റെ യഖീൻ, നമ്മുടെയൊക്കെ ഈമാനിന് ഉറപ്പുണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകം ആളുകളെ നിശ്ചയിക്കും. അമ്പിയാക്കളെ കാലത്ത് അമ്പിയാക്കൾ ഉണ്ടാകും, അമ്പിയാക്കൾക്ക് ശേഷം അനന്തരാവകാശികളായ ഔലിയാക്കൾ ഉണ്ടാകും. ഞാൻ പറയട്ടെ നിങ്ങളോട്, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ രണ്ട് ചെവിയും കേൾക്കാത്ത ആള് റിഫായി ശൈഖ് തങ്ങളെ മുമ്പിൽ വന്നിട്ട് സംസാരിച്ചാൽ മൂപ്പര് സലാം പറഞ്ഞാൽ അവര് മടക്കും. രണ്ട് ചെവിയും കേൾക്കാത്ത ആളാണ്. പക്ഷെ റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കേൾക്കും. ആളുകൾക്ക് അത്ഭുതമായില്ലേ? രണ്ട് ചെവിയും കേൾക്കൂല. റിഫായി ശൈഖ് സംസാരിച്ചാലോ സുഖമായിട്ട് കേൾക്കും ചെയ്യും. അപ്പൊ പിന്നെ ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കൂലേ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും ആ വഅദ് കേൾപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ചൊക്ലിയിൽ ഇന്നത്തെ വഅദ് റിഫായി ശൈഖിനാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾ മൂപ്പര് ഇവിടെ നിന്ന് വഅദ് പറഞ്ഞാൽ മതി, ലോകം മുഴുവനും അത് കേൾക്കും. മൂപ്പര് വിചാരിക്കാണ് ഞാൻ ഈ പറഞ്ഞ വഅദ് പടച്ചോനെ ലോകത്ത് മുഴുവനും കേൾക്കണം എന്ന് വിചാരിച്ചാൽ കേൾക്കും. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തില്ലാകയും കേൾക്കും അതെന്നോവർ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മാല പാടുമ്പോൾ നമുക്കതിൽ കാണാൻ സാധിക്കും ഒരു വരി. എന്താണത്? ഔലിയാക്കളുടെ കറാമത്ത് പറയുകയാണ്. 10-20ഓളം ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയത്തിന്റെ രത്ന ചുരുക്കം ബഹുമാനപ്പെട്ടവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകയും കേൾക്കും അതെന്നോവർ. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ അള്ളാഹിന്റെ തൃപ്തി പ്രകാരം അള്ളാഹുവിന്റെ ദീനിന്റെ വഅദ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ആലം ലോകം മുഴുവനും അത് കേൾക്കും എന്നോവാ. അപ്പൊ നമ്മളെ ചെറിയ സൊക്കേടുള്ള ആൾക്കാരുണ്ട്, ഈമാന് രോഗം പറ്റിയ ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ക്യാൻസർ രോഗം എന്നൊക്കെ പറയുന്നില്ല നമ്മൾ. എന്ന മാതിരി ഈമാന് രോഗമുള്ളതിന് അതിൽപ്പെട്ടതാണ് ഈ മുജാഹിദ്, ജമാഅത്ത്, ബാക്കിയുള്ളത് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഓല ഗുണവും ഗുണവും ഇപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓല പ്രചരിപ്പിക്കാനുള്ള യോഗ അല്ലല്ലോ ഇപ്പത്. അതുകൊണ്ട് ഞാനൊരു നല്ല സദസ്സ് കേടെടുത്തുന്നില്ല. അള്ളാഹു തആല നമുക്ക് ഖൈറ് തരട്ടെ. ഈ ബിദ്അഈ പാർട്ടിക്കാരൊക്കെ ഈമാന് രോഗം പറ്റിയതാക്കി. അതുകൊണ്ട് അവർക്ക് ഇത് എന്തായിട്ട് തോന്നും? ഓവറായിട്ട് അല്ലേ? എന്താ ഓർമ്മപ്പെടുത്തിയത്? ചൊക്ലിന്ന് വഅദ് പറയുമ്പോ മാഹിയിൽ കേൾക്കുന്നു പറഞ്ഞാൽ തിരക്കുള്ള അല്ലേ? കോഴിക്കോട്ടറ്റം കേട്ടു എന്ന് പറഞ്ഞാലും ഇത് കേരളത്തിൽ നിന്നും വിട്ടിട്ട് ഇന്ത്യയും കഴിഞ്ഞിട്ട് ലോകം മുഴുവനും കേൾക്കേ. ഇത് തന്നെയാണല്ലോ. അത് കേൾക്കുമ്പോ നമ്മളെ കൂട്ടത്തിലെ ചില ആൾക്കാർ അത് ശരിയാ, ഈ അത് ശരിയാന്ന് പറയണ്ടല്ലോ എല്ലാത്തിനും. ഓരോ ഷെറിന്ന് അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര ഷെറ് ഓലക്കോട്ട. അത് ശരിയാ. ഏത് ശരിയാണ്? ഇത് ശരിയാന്ന് പറയും. എൻ്റെ അടുത്ത് എന്ത് വിവരമുള്ളത്? എല്ലാത്തിനും അങ്ങ് ശരി വെക്കല. ഒരു മൗലിദിന്റെ സദസ്സിൽ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുക. ബാപ്പ മരണപ്പെട്ട ഒരു ആണ്ടിന് മൗലിദ് ഓതാൻ നിൽക്കുക. അപ്പൊ എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് കാത്തു നിന്ന് മൗലിദ് കിതാബെല്ലാം വെച്ചിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഒരു പുയ്യാപ്പളയും വന്നു. മൂപ്പര് വന്നിട്ട് പറഞ്ഞു, അല്ല മൗലിദ് വേണോ? നമുക്ക് യാസീൻ പോരെ? അപ്പൊ കുറച്ചാളിങ്ങനെ പുയ്യാപ്പളയല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചാളിങ്ങനെ മിണ്ടാണ്ട്. അപ്പൊ പുയ്യാപ്പളുടെ വക പിന്നെ അല്ലെങ്കിലും മൗലൂദും യാസീനും പറ്റി യാസീൻ തന്നെയല്ലേ നല്ലത്. അപ്പൊ ഒരാൾ അത് ശരിയാ. അപ്പൊ നോക്കി നിങ്ങളെടുത്ത് അത് ശരിയാ. ഏത് ശരിയാന്ന് തുടങ്ങിയിട്ട് അപ്പൊ പുയ്യാപ്പളക്ക് മൗലൂദും യാസീനും പറ്റി ഏത് തന്നെയല്ലേ? യാസീൻ തന്നെ. അപ്പൊ കുറെ ആൾക്കാർ അത് ശരിയാ, അല്ല ശരിയല്ലേ അല്ലേ? അപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങനത്തെ ഒരു വഹാബി ഒന്നുമല്ല. അങ്ങനത്തെ ഒരു വഹാബി ആണെങ്കിൽ യാസീനും വേണ്ടെന്നല്ല പറയാ അല്ലേ? ഇത് ഇവർക്കറിയോ? ഈ പുയ്യാപ്പള വന്നത് എന്തിനാ? ഇത് പണ്ട് ഇയാൾ ചായ ചോദിച്ച പോലെ ചായ ചോദിക്കാറില്ല ഒരാൾ വരക്ക് വരുമ്പോൾ. അല്ലടോ ചൂടുവെള്ളം എൻ്റെ ഇവിടെ നല്ലോണം അങ്ങ് തിളപ്പിച്ചേക്കെ, ലേശം പൊടി അങ്ങോട്ടേക്ക്. അല്ല ഇവിടെ പാലില്ല, കുറച്ച് പാലും അങ്ങ് വെച്ചേക്ക്. ചൂടുവെള്ളം ചോദിച്ചിട്ട് ചായ ആക്കുന്ന ചില ആൾക്കാരാണ്. എന്ന പോലെ ഈ കൊല്ലം മൗലിദ് വേണ്ട, അടുത്ത കൊല്ലം യാസീൻ വേണ്ട, പിറ്റത്തെ കൊല്ലം ദുആയും വേണ്ട. 3 കൊല്ലം കൊണ്ട് പുയ്യാപ്പള ആ പുര മുഴുവനും വഹാബിയാവും.
ഇത് ശരിയാന്ന് പറയാൻ കുറച്ച് ആൾക്കാർ. അങ്ങനെ എല്ലാത്തിനും ശരിവെക്കാൻ വിവരം വേണ്ട. നിങ്ങളും സ്വീപ്പായോ? മൗലൂദും യാസീനും ഏതാണല്ലേ? അല്ലാഹ് നിങ്ങളും കൂടി കേൾപ്പില്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. എടോ മൗലൂദും യാസീനും ഏതാ നല്ലത്? അത് യാസീനാന്നുള്ളതിൽ പാർക്കെങ്കിലും തർക്കമുണ്ടോ? എല്ലാവർക്കും അറിയാം. എല്ലാറ്റിലും ശ്രേഷ്ഠമായത് ഏതന്നെയാണ്? ഖുർആൻ തന്നെയാണ്. അതിൽ പാർക്കും തർക്കമല്ലല്ലോ. ശരി, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അത്തയ്യാത്തും യാസീനും ഏറ്റവും നല്ലത് ഏതാ? അല്ല, നിങ്ങളങ്ങനെ വിട്ടാൻ പറ്റൂ. അത്തഹയ്യാത്തും യാസീനും ഏറ്റവും നല്ലത് ഏതാ? അത്തയ്യാത്ത് അല്ലേ? അതോ യാസീനോ? ഏതാല്ലേ? വജ്ജത്തും കുല്ലു അല്ലാഹു ഏറ്റവും നല്ലത് ഏതാ? കുല്ലു അല്ലാഹു. എന്നാ പിന്നെ നിങ്ങൾ അല്ലാഹു അക്ബർ, കുല്ലു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, വജ്ജത്ത് വേണ്ട? അല്ല, യാസീനും അത്തയ്യാത്തും യാസീൻ തന്നെയല്ലേ അല്ലേ? എന്നാ പിന്നെ യാസീൻ വൽ ഖുർആനിൽ ഹകീം, അത്തയ്യാത്ത് വേണ്ട, യാസീൻ ഓതിയാൽ മതി. ഓരോരാളുകളെ ചോദ്യമായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടാലും ഭയങ്കരം ചോദ്യം തന്നെ. മക്കത്തേക്ക് ഹജ്ജിന് പോകുന്ന ആൾക്കാരെ വസ്വാസാക്കുന്ന ഒരു ചോദ്യം അല്ലേ? അല്ലടോ, മക്കത്തല്ലേ 1 ലക്ഷം ഉള്ളത്? മക്കത്തല്ലേ ഏതുള്ളത്? 1 ലക്ഷം ഉള്ളത്. ഈ 1 ലക്ഷം ഉള്ളത് വിട്ടിട്ട് നിങ്ങൾ എന്തിനാ മദീനത്ത് പോണത്? എന്നാ പിന്നെ മക്കത്തെ 1 ലക്ഷം വിട്ടിട്ട് ഇനി എന്തിനാ അറഫി പോണത്? അത് തിരിച്ചു ചോദിക്കാൻ നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാർക്ക് കഴിയണില്ല. അത് ശരിയാ. ഏത് ശരി? എല്ലാത്തിനും ശരിവെക്കാൻ നിൽക്കല. വഹാബിസത്തിനും ബിദ്അത്തിനും ഒക്കെ നമ്മൾ ശരിവെക്കലോണ്ട് നമ്മൾ ഏണി വെച്ചു കൊടുക്കാൻ പാടുണ്ടോ? എത്ര മുഅ്മിനീങ്ങളുടെ ഈമാൻ തെറ്റിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ്. പണ്ടൊരാൾ മക്കത്ത് ഹജ്ജിന് പോയി. അയാളെ കൂടണ്ടേന്നൊക്കെ അയാളൊരു അറിയപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ അയാളോട് പറഞ്ഞ്, സാറി എന്തിനാ മദീനത്ത് പോണത്? ഇവിടെ അല്ലേ 1 ലക്ഷം ഉള്ളത്, അതുകൊണ്ട് മദീനത്ത് പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ അയാൾ ചോദിച്ച്, ഇവിടെ 1 ലക്ഷം ഉണ്ട് എന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് റസൂലുള്ള പറഞ്ഞതാണ്. എന്നാ പിന്നെ ഞാൻ ഉസ്താദിനൊന്ന് കണ്ടു തരട്ടെ. അല്ല അല്ല ഇവിടെ 1 ലക്ഷം ഉണ്ട് എന്ന് പറഞ്ഞതാരാ? റസൂലുള്ളാഹി. പിന്നെ ഉസ്താദിനൊന്ന് കാണാൻ പോലും നല്ലതല്ല. അതാ കുറച്ചൊരു ബുദ്ധി സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്കൊക്കെ വേണം. നമ്മളിത് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ നമ്മളെ ഈമാൻ അയിമൽ കുറഞ്ഞു പോല, നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തി പോല. നമ്മളവിടുന്ന് ഒരു പീടിയിൽ നിന്ന് കുട്ടികൾ തമ്മിൽ ഭയങ്കര തർക്കം. അപ്പൊ അവിടെ ഒരു അറബി മുൻഷി ജോലിക്ക് വന്നു. എല്ലാ മുൻഷികളിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ വന്നൊരാൾ ഭയങ്കര തർക്കം. അപ്പൊ ഒരു കുട്ടിയും ചോദിച്ചു, ഇതെന്തോ അവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഒന്നുമില്ല ഉസ്താദ്, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. എന്തേനു? അതിപ്പോൾ ഒരു അറബി മാസ്റ്റർ വന്നിട്ടുണ്ട്, അയാൾ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ പറയുന്നതെന്ന് ചോദിച്ചു. മന്ത്രിച്ചാ പ്രതിഫലമല്ല എന്ന് അയാൾ പറഞ്ഞു. മന്ത്രിച്ചിട്ടൊരു കാര്യമല്ല. അത് നീ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പേരോട് ഉസ്താദിൻ്റെ വയലിൽ കേട്ടതെല്ലാം പറഞ്ഞു. അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്യുക, അയാളെ കയ്യെത്താത്ത ദൂരത്തേക്ക് ഇങ്ങോട്ട് നിൽക്കുക, എന്നിട്ട് കുറച്ചു നേരം അങ്ങ് മന്ത്രിച്ചുകൊള്ളുന്നു. അതെന്താ വന്നിരിക്കണമെന്ന്? ഇയാളെ വഹാബി വാക്കാണ് പറഞ്ഞുകൊള്ളുന്നത്. അല്ല, ചീത്ത പറഞ്ഞ് വന്നിരിക്കാൻ എല്ലാവർക്കും അറിയില്ല. തമ്മ തെറ്റാ എന്താ വന്നിരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈവൻ കുറച്ച് വിട്ട് നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങി മന്ദിരം. വേണ്ടാത്ത മലയാളാണ് മന്ദിരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റേ ആൾക്ക് ഇങ്ങനെ റൈസായിട്ട് യാ അല്ലാഹ് ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് ആൾ ഇളകി. ഇപ്പം ഞാൻ ചീത്ത പറഞ്ഞ് മന്ദിരിച്ചാൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആയത്തുൽ കുർസി ഓതിയാ എങ്ങനെ ഉണ്ടാവും? ചീത്ത പറഞ്ഞ് മന്ദിരിച്ചാൽ ഇളകൂലേ? പിന്നെ നല്ലത് പറഞ്ഞ് മന്ദിരിച്ചാൽ പറയാനുണ്ടോ? ഞാൻ പറയുന്നത് നമ്മൾക്ക് കിതാബ് ഓതിയ വിവരം കുറവാണെങ്കിൽ മറ്റുള്ള കുറെ സംഗതി നമ്മൾ എടുത്തില്ലേ. അല്ലാഹു തആല ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു തആല തഖ്വ നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയത് എന്താ? ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ദീന് അത് നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴക്കാലത്ത് മഴ തന്നെയാണ് തരിക. അള്ളാഹു നമ്മളെ വഅദിനും ആണ്ടിനും ഒക്കെ അനുകൂലമായ റഹ്മത്ത് കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. മടവൂർ ശൈഖുനായുടെ ഹക്ക് കൊണ്ട് നമ്മളെ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്താൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ബാക്കി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്,
ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. റിഫായി ശൈഖ് തങ്ങൾ ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും അത് കേൾപ്പിക്കാൻ സാധിക്കും, എല്ലാ സ്ഥലത്തും കേൾക്കും. അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണോ? മുഅ്മിനീങ്ങൾക്കൊരു പ്രയാസമല്ല. എന്തേ? അത് അമ്പിയാക്കൾക്ക് കറാമത്ത് മുഅ്ജിസത്തായി കിട്ടിയത് ഔലിയാക്കൾക്ക് കറാമത്തായി ലഭിക്കുന്നതാ. നബിമാരെ ചരിത്രം നോക്ക് നിങ്ങൾ. എന്താ നബിമാരുടെ ചരിത്രം? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും കേട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫിന്റെ പണി കഴിഞ്ഞു. കഅബ ശരീഫിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പൂർത്തീകരിച്ച് സന്തോഷിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ഇബ്രാഹിം നബിയെ അദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ മുഴുവനും ഹജ്ജിന് വിളിച്ചോളൂ നബിയെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഹജ്ജിന് വിളിച്ചോളി എന്ന് പറഞ്ഞു. ജബൽ അബീ ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി നിന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 ഭാഗത്തേക്ക് നോക്കി. ആരെങ്കിലും കാണാനുണ്ടോ? ആരെയും കാണാനില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അല്ലാഹുവേ ഞാൻ ആരെയാണ് വിളിക്കാൻ? ജനങ്ങൾക്ക് നിങ്ങൾ ഹജ്ജിന്റെ ഓർഡർ കൊടുത്തോ? വിളിക്കാൻ അല്ലാഹു തആല ഏൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു, അയ്യുഹന്നാസ്, ലോക ജനങ്ങളെ, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, അയ്യുഹന്നാസ്, ലോക ജനങ്ങളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചപ്പോൾ നമ്മൾ എവിടെയാണുള്ളത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 ഭാഗത്തേക്കും വിളിച്ചു. ആ വിളി നമ്മൾ ചൊക്ലിയിൽ കേട്ടില്ലേ? ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ലേ? അത് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കേട്ടില്ലേ? അത് വാപ്പമാരുടെ മുതുകിലേക്ക് കേട്ടില്ലേ? ലോകം മുഴുവനും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് അത് ലോകം മുഴുവനും കേട്ടുവെങ്കിൽ ആ ഇബ്രാഹിം നബിയുടെ അനന്തരാവകാശിയായ റിഫായി അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കേൾക്കൂലേ? എന്നാ പിന്നെ മാല മുഴുവനും പാടി നോക്ക്. അല്ലാഹുവിന്റെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെ കേൾക്കും അതെന്നോവർ. എങ്ങനെ കേൾക്കല്? ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാരുടയവൻ കേൾപ്പിക്കും എന്നോവർ. എന്നിട്ട് പറഞ്ഞാൽ മതി ശരി. അല്ലാതെ ആദ്യത്തെ വരി കേട്ടുമ്പോ അത് ശരിയാന്ന് പറയുന്നത് അപ്പുറം കൂടി പോകുന്നു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞപ്പോൾ ലോകം മുഴുവനും കേട്ടോ. അത് കറാമത്താണ്. ഏതുപോലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റ സ്ഥലത്ത് നിന്ന് വിളിച്ചപ്പോൾ ലോകം മുഴുവനും കേട്ടോ. അത് മുഅ്ജിസത്താണ്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ലഭിച്ചത് അനന്തരാവകാശികൾക്ക് കറാമത്തായി ലഭിക്കും. അല്ലാഹുവിന്റെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. ഏതുപോലെ? ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാരുടയവൻ കേൾപ്പിക്കും എന്നോവർ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് അങ്ങോട്ട് കേൾക്കാനും ഇങ്ങോട്ട് കേൾക്കാനും അല്ലാഹു തആല കൊടുക്കുന്ന കഴിവുകൾ ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. മുത്തഖീങ്ങളായ ആളുകളാണ് ഔലിയാക്കൾ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവുകളാണ്. ആ കഴിവുകൾക്ക് നമ്മളാരും പരിധി നിശ്ചയിക്കണ്ട. ആ കഴിവുകൾക്ക് നമ്മളാരും അതിർത്തി നിശ്ചയിക്കേണ്ടതില്ല. അത് അല്ലാഹു കൊടുക്കുന്നതാണ്. കൊടുക്കുന്നത്ര കൊടുക്കും. കൊടുത്ത ചരിത്രമുണ്ട്. ആ ഔലിയാക്കളെ പിൻപറ്റിക്കൊണ്ട് അവരുടെ ജീവിതമാർഗം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പുറകിൽ പോകുമ്പോൾ അവരുടെ പുറകിൽ നമ്മയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സ്വഹാബാക്കൾ
പിൻതലമുറയിലെ ഒട്ടേറെ കുത്തുബീങ്ങളും ഔസിയങ്ങളും ഔലിയാക്കളും ആ ഔലിയാക്കളെ കൂട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ച് മാതൃക കാണിച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാ അവർകൾ. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ എപ്പോഴും മോനോട് പറയും, മോനെ എനിക്കൊന്ന് ഖദർ നബിനെ കാണാൻ താല്പര്യമുണ്ട്. ഖദർ നബി അലൈഹിസ്സലാമും മടവൂർ ശൈഖുനയും വല്ലാത്ത ബന്ധത്തിലാണ്, നല്ല ആത്മീയ ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ. ഒരു ദിവസം വീട്ടിലേക്ക് ഭക്ഷണത്തിന് സമയമായി. മടവൂർ ശൈഖുനാ അവർകൾ വന്നു. ഉമ്മ ഭക്ഷണം എടുത്തു കൊടുത്തു. ഒരു വിരുന്നുകാരനും കൂടെ ഉണ്ട്. രണ്ടാളും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷായിട്ട് ദുആ ചെയ്ത് അവര് പിരിഞ്ഞുപോയി. പിന്നെ മോൻ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഖദർ നബിനെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നീ എനിക്കത് സൗകര്യം ചെയ്തു. അപ്പൊ ഉമ്മ, ഉച്ചക്ക് ഇവിടെ ഒരു വിരുന്നുകാരൻ വന്നില്ലേ, അതല്ലേ ഖദർ നബി അലൈഹിസ്സലാം. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖദർ നബി അലൈഹിസ്സലാമുമായി അത്ര അടുത്ത് ബന്ധമുണ്ടായിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാ അവർകൾ. നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ഒരു OP അബൂബക്കർ മൗലവി. അദ്ദേഹം നേരത്തെ ഖത്തറിലുണ്ടായിരുന്നു, പിന്നെ കുറെ കാലം അബുദാബിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹം നേരിട്ട് അനുഭവിച്ച ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹം മദ്രസയിൽ, കാഞ്ഞങ്ങാടടുത്ത മദ്രസയിൽ മുഅല്ലിമായിട്ട് പഠിപ്പിക്കാൻ, അന്ന് 40 ഉറുപ്പിക ശമ്പളം. ആ ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോൾ അയാൾക്കൊരാഗ്രഹം. എന്താ? ഒരു കൊല്ലം ഒരു ഹാജിക്ക് യാത്രയപ്പ് കൊടുത്തിട്ട് അയാൾ ഹജ്ജിന് യാത്രയപ്പൊക്കെ കൊടുത്ത് ദ്വാർന്ന് വിട്ടപ്പോ ഇയാൾക്കൊരാഗ്രഹം, അന്നത്തെ കാലത്തെ ഹജ്ജിന് പോകാൻ. പടച്ചോനെ, അന്നൊരു നാട്ടിൽ നിന്ന് വലിയ ഒരു മുതലാളി എപ്പോഴെങ്കിലും ഹജ്ജിന് പോണ കാല, ഇന്നത്തെ പോലെ പോകുന്ന കാലല്ല. അന്ന് ഹജ്ജിന് പോണെങ്കിൽ ബോംബെ പോകണം, എന്നിട്ട് മുസാഫർ ഖാനിൽ കുറെ വട്ടം തിരിഞ്ഞ് നിൽക്കണം, എന്നിട്ട് ആക്കത്തിൽ കപ്പലിന് ഹജ്ജിന് പോകണം, ഇല്ലേ? അങ്ങനത്തെ കാലഘട്ടം. 6 മാസത്തെ വൈദൂരാണ് അന്ന് പോകണമെങ്കിൽ. അന്ന് ബഹുമാനപ്പെട്ടവര് ഈ ഹജ്ജിന് പോകേണ്ട ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ മൂപ്പരെന്ത് ചെയ്തു? നേരെ കോഴിക്കോട്ടേക്ക് വണ്ടി കയറി മടവൂർ ശൈഖുനാന്റെ അടുത്ത് വന്നു. ശൈഖുനാനോട് പറഞ്ഞു, എനിക്കെന്താന്നറിയില്ല, ഹജ്ജിന് പോകാൻ ഒരു വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പം മടവൂർ ശൈഖുന 1 ഉറുപ്പിക എടുത്തു കൊടുത്തു, ഹജ്ജിന് പോയിക്കോ. 1 ഉറുപ്പിക കൊണ്ട് ഏത് നാട്ടിലേക്ക് ഹജ്ജിന് പോകാം? വെള്ളിയാഴ്ച ജുമാക്ക് പോകാം, അല്ലേ? അല്ലാതെ എവിടേക്ക് ഹജ്ജിന് പോകാം? പടച്ചോനെ, മടവൂർ ശൈഖുന പറയുകയും ചെയ്തു, 1 ഉറുപ്പിക കൊടുക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? OP അവർകൾ പറയാണ്, ഞാൻ റമളാന്റെ മുമ്പ് തന്നെ പോയി ബോംബെ പോയി മുസാഫർ ഖാനിൽ അവിടെ ക്യാമ്പ് ചെയ്തു. അവിടെ പള്ളികളിലൊക്കെ നിസ്കരിക്കാൻ നിൽക്കും, അങ്ങനെ വഴന്ന് പറയും. അങ്ങനെ ചെലവ് കഴിഞ്ഞ് അങ്ങനെ പോയി. ഹജ്ജിന്റെ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 മാസം അവിടെ കറങ്ങി. ദുൽഖഅദ് ആദ്യമായപ്പോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഹജ്ജിന് പോകാൻ ഇക്കൊല്ലം സാധിക്കൂല, ആശ മുറിഞ്ഞ് തിരിച്ചു പോന്നു. തിരിച്ചു വന്നിട്ട് കോഴിക്കോട്ട് വന്ന് മടവൂർ ശൈഖുനാനെ കണ്ട്, അന്നല്ലേ ഞാൻ ഹജ്ജിന് പറഞ്ഞാച്ചേ, ഇജ്ജെന്തേ പോയില്ലേന്ന് ചോദിച്ചു. ഞാൻ പോയി വരികയാണ്, ബോംബെയിൽ 2 മാസം നിന്ന് ഹജ്ജിന് പോയിക്കോ. മൂപ്പര് പിന്നെയും തിരിച്ചു വണ്ടിയായി. ആദ്യത്തെ 1 ഉറുപ്പിക തന്നെയാണ്. അന്നെ ഞാൻ ഹജ്ജിന് പറഞ്ഞാച്ചാൽ ഹജ്ജിന് പോയിക്കോ. മൂപ്പര് പിന്നെയും പോയി. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട് കേൾവിയുടെ ചരിത്രമല്ല, നേരിട്ട് മൂപ്പര് അനുഭവിച്ചത് എന്നോട് ഹറമിലിരുന്ന് പറഞ്ഞതാണ്. അപ്പോ ഹജ്ജിന് പോയിക്കോ. മൂപ്പര് വീണ്ടും പോയി. ബോംബെ പോയി. ആദ്യത്തെ കപ്പൽ പോയി. പോകാൻ സാധിച്ചില്ല, പൈസയില്ല, കെട്ടിവെക്കാനുള്ള പണമല്ല, ഒന്നുമില്ല. 2ാമത്തെ കപ്പൽ പുറപ്പെടാൻ ഇനി 3 ദിവസമേ ബാക്കിയുള്ളൂ. മൂപ്പര് ആശ മുറിഞ്ഞ് നാട്ടിലേക്ക് പോരാനും വയ്യ. മടവൂർ ശൈഖുനാന്റെ എത്തി എന്നാൽ വീണ്ടും ഹജ്ജിന് പറഞ്ഞേക്കാണ്. പിന്നെ ഇനി എന്ത് ചെയ്യും? മൂപ്പര് വിഷമിച്ചിങ്ങനെ നിന്ന് ഒരു കഞ്ചി കാശ് കയ്യിലില്ല, ഭക്ഷണത്തിനും ഗതിയില്ല. അപ്പൊ അവിടെ ബോംബെയിൽ പണ്ട് മുതൽക്കേണ്ട പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവ് ബോംബെയിൽ ഇങ്ങനെ പല ഹോട്ടലിലുണ്ട്. അങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ മൂപ്പരും പെട്ടിട്ട് സാധുക്കൾക്ക് ഭക്ഷണമായി കൊടുക്കുന്ന കൂട്ടത്തിൽ ഹോട്ടലിലെ ഭക്ഷണത്തിന് വന്ന അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഞ്ഞങ്ങാട്ടുകാരനൊരു മുതലാളി സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് മൂപ്പരിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. OP അബൂബക്കർ മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാള് ഇവിടെ വന്നതുണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഹോട്ടലിൽ വന്നിരുന്നോ? ആ ഹോട്ടലിൽ വന്നിരുന്നോ? ഇതിങ്ങനെ ചോദിച്ച് നടക്കുമ്പോഴാണ് മൂപ്പരെ കണ്ണിൽപ്പെടുന്നത്. അല്ലാ, ആരാന്ന് മൂപ്പർക്ക് അറിയോ? അറിയില്ല. അപ്പൊ ചോദിച്ചപ്പോ ഞാനാണ് OP അബൂബക്കർ മൗലവി. ആഹാ, അപ്പൊ എന്റെ മകനെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മദ്രസയിൽ. അപ്പൊ അബ്ദുസലാമിന്റെ വാപ്പയാണോ? അതെ, അബ്ദുസലാമിന്റെ വാപ്പയാ. അല്ലാ, കുട്ടിനെ മദ്രസ പഠിപ്പിച്ച പരിചയമുള്ളൂ, വാപ്പാനെ കണ്ട് പരിചയമില്ല. അല്ലാ,
ആ സിംഗപ്പൂരിൽ നിന്ന് വന്ന മുതലാളി ഇദ്ദേഹത്തെ കണ്ടു. നിങ്ങളെ ഒരു ഹജ്ജിന് പറഞ്ഞയക്കാൻ എനിക്ക് സ്വപ്നം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഹജ്ജിന് പറഞ്ഞയക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. യാ റബ്ബേ, മുസാഫർ ഖാനി പോകലും പൈസ കെട്ടലും അവസാനം പുറപ്പെട്ടില്ല, കിട്ടിയില്ല, പോയില്ല എന്ന രൂപത്തിൽ നിൽക്കുന്ന കപ്പലിൽ കയറി ഒരു ഉറുപ്പിയും കൊണ്ട് ആദ്യത്തെ ഹജ്ജിന് വന്നത് മടവൂർ ശൈഖുനയുടെ ഒരൊറ്റ വാക്കാണ്. യാ ശൈഖനാ യാ ശൈഖ മടവൂരിൻ അതൈനാ ബാബകും റാജീന ഫൗസൻ കാമിലൻ യാ സയ്യിദി സിയം വലി ലാ ഇലാഹ كنت قد أخفيت أمرك أولا ثم انتشر منك أنوار الولاية سيدي سيا ولي الله لا إله إلا الله محمد رسول الله. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ഈമാനിന്റെ വർധനവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും മഹത്തുക്കളെ നിശ്ചയിക്കും. ആ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് ആ മഹാന്മാരിൽ നിന്ന് അത്ഭുതങ്ങൾ കാണും. അതാണ് ഞാൻ ശൈഖുന AP ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇത്രയധികം ആക്ഷേപങ്ങൾ കേട്ടാൽ ഒരൊറ്റ ദിവസം മുന്നോട്ട് പോകാൻ അള്ളാഹുവിനെ പേടിക്കാത്ത ഒരാൾക്ക് സാധിക്കുമോ? ഏതെല്ലാം രൂപത്തിലുള്ള ആക്ഷേപങ്ങളും കോലാഹലങ്ങളും അധിക്ഷേപങ്ങളും കേസുകളും കുലുമാലുകളും. സുബ്ഹാനല്ലാഹ്, ഒരാളെ കേരളത്തിൽ കാണാനില്ലാതായപ്പോൾ AP ഉസ്താദിനെ കൊലയാളിയായി ചിത്രീകരിച്ചുകൊണ്ട് കൊലപാതകത്തിന് കേസെടുത്തിട്ട് ഉസ്താദിനെ വിചാരണക്ക് കൊണ്ടുപോയില്ലേ? അത്ര വരെ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഉസ്താദിന് തളർച്ച പറ്റിയോ? മനസ്സിനൊരു കോട്ടം പറ്റിയോ? ഏതെങ്കിലും ഒരു നിമിഷം ഞാൻ എന്തിനാണ് ഈ പണിക്കൊക്കെ നിൽക്കുന്നത്, ഞാൻ ഇതിൽ നിന്നൊരു ഒഴിവാകട്ടെ എന്ന് എപ്പോഴെങ്കിലും ഉസ്താദിന്റെ മനസ്സിൽ തോന്നിയോ? നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെട്ട് താടിക്ക് കയ്യും കൊടുത്തിട്ട് ഇങ്ങനെ ബേജാറായിട്ട് ഇരിക്കുന്നത് ദുനിയാവ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രയധികം ആക്ഷേപങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഉസ്താദ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ട് ലാ യഖാഫൂന ഫില്ലാഹി ലൗമത ലായിം. ആക്ഷേപിക്കുന്നവൻ ആക്ഷേപിക്കട്ടെ, നല്ലത് പറയുന്നവൻ നല്ലത് പറയട്ടെ. അത് കണക്കാക്കിയിട്ടല്ല നമ്മൾ അമൽ ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ കൽബിലുള്ളത് അല്ലാഹു അല്ലാഹ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. ഹൃദയത്തിന് സമാധാനം കിട്ടണോ? അല്ലാഹ് എന്ന് കേൾക്കണം. ഹൃദയത്തിന് സമാധാനം കിട്ടണോ? അല്ലാഹ് എന്ന് പറയണം. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കടത്തിയിട്ട് ശത്രുക്കളെ മുഖത്തേക്ക് മണൽ വാരി എറിഞ്ഞിട്ട് പാതിരാക്ക് റസൂലുള്ള പുറപ്പെട്ടില്ലേ? വഴിക്ക് വെച്ചുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ടവരെ പാതിരാ സമയത്ത് നടന്ന് വാറസൗർ പർവ്വതത്തിൽ വന്നില്ലേ? ആ മലയുടെ മുകളിൽ കയറിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയിൽ പോയിരുന്ന് റസൂലുള്ളാഹി തങ്ങൾ ഗുഹയിലേക്ക് വന്ന് രണ്ടാളും ആ ഗുഹയിൽ വന്ന് താമസം ആരംഭിച്ചപ്പോൾ ആ ഗുഹാമുഖത്ത് ഒരു ചിലന്തി ഇങ്ങനെ വലകെട്ടിയില്ലേ? അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന കാവലിന് വലിയ വലിയ ആയുധവും പട്ടാളവും വേണ്ട. ഇന്ന ഔഹനൽ ബുയൂത്തിലെ ബൈത്തുൽ അൻകബൂത്ത്. ചെലന്തി വലയാണ് വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും വഈഫായ വീട്. ആ വഈഫായ വീട് കെട്ടിയിട്ടുള്ള ചിലന്തി വല കെട്ടിയിട്ട് അതുകൊണ്ട് അല്ലാഹു തആല കാവൽ നൽകിയില്ലേ? രണ്ട് മാടപ്രാവുകൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും പറന്നെത്തി. ആ രണ്ട് പ്രാക്കൾ ഇങ്ങനെ മുഖാമുഖം ആ ഗുഹാമുഖത്ത് ഇരുന്നു. അവർ രണ്ടുപേരും ഒന്ന് മുഖാമുഖം നോക്കിയിട്ടൊന്ന് സംഭാഷണം നടത്തി. അല്ലാ നബിതങ്ങളും സിദ്ദീഖ് തങ്ങളും ആ ഗുഹയിൽ താമസിക്കുന്ന 3 രാത്രിയും ആ മാടപ്രാക്കൾ ആ 3 രാത്രിയും അവര് ഉറങ്ങിയില്ല. ആ 3 രാത്രിയും പകലും അവര് ഭക്ഷണം കഴിച്ചില്ല. ആ 3 ദിവസവും ആ പ്രാക്കൾ വെള്ളം കുടിച്ചില്ല. വന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈരിൽ ഖലായിഖ് ലം തുൻസജ് വലം തഹുമീം.
മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ആ രണ്ട് മാടപ്രാക്കൾ ഒരൊറ്റ ഇരുത്തം നബിതങ്ങൾക്ക് കാവലായിട്ട്. ഓ പ്രിയപ്പെട്ടവരെ, കരസേനയും വ്യോമസേനയും നാവികസേനയും അടക്കം എല്ലാ പട്ടാളക്കാരും ഒരു രാജ്യത്തെ ഗവൺമെന്റിനുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി അതാ ഊരിപ്പിടിച്ച വാളുമായി, നേരം പുലർന്നപ്പോഴേക്കും ഊരിപ്പിടിച്ച വാളുമായി നൂറുകണക്കിന് ശത്രുക്കൾ നബിതങ്ങളെ കണ്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് തലയെടുത്ത് കൊണ്ടുവരാൻ അന്നത്തെ ഏറ്റവും വലിയ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമ്മാനം ഏറ്റുവാങ്ങാൻ എത്ര ശത്രുക്കളാണ് ആയുധമെടുത്ത് വിരോധികളായി വന്നിട്ടുള്ളത്. അവർക്കൊക്കെ രക്ഷപ്പെടുത്താൻ ഒരു ചിരന്തി വലയുമുണ്ട്, രണ്ട് മാടപ്രാക്കളുമുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ശത്രുക്കൾ നബിതങ്ങളെ തേടി തേടി വന്നിട്ട് അതാ നബിതങ്ങൾ താമസിക്കുന്ന ഗുഹയുടെ മുകൾ ഭാഗത്തു കൂടെ ശത്രുക്കൾ ഇങ്ങനെ നടക്കുന്ന കാലിന്റെ സൗണ്ട് താഴ്ഭാഗത്തേക്ക് കേട്ടു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ മുകളിലേക്ക് നോക്കി. അല്ലാഹ്, ആ മുകളിലേക്ക് നോക്കുമ്പോൾ അതാ ഒരു ദ്വാരത്തിലൂടെ മുകളിലൂടെ ചവിട്ടി നിൽക്കുന്ന ശത്രുവിന്റെ കാലിനടിയിലെ നിറം, കാലിനടിയിലെ വെളുപ്പ് നിറം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടു. അപ്പൊ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിനെ ഇങ്ങനെ വിളിച്ചിട്ട്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ആ മുകളിൽ കാണുന്ന ശത്രുവിനെ കണ്ടില്ല നബിയെ? അവനെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയേ? സിദ്ദീഖ് തങ്ങൾക്ക് സ്വന്തം ജീവനല്ല പ്രശ്നം, നബി തങ്ങൾക്ക് വല്ലതും സംഭവിക്കുന്നത് ഞാനും കൂടെയുള്ളപ്പോഴായിപ്പോയാലോ? ഈ ഖേദം എനിക്ക് തീരുമോ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്, പടച്ചവനെ, മുത്തുനബിക്ക് വല്ലതും സംഭവിക്കുന്നത് എന്റെ കൺമുന്നിൽ വെച്ചായാലോ? സിദ്ദീഖ് തങ്ങൾ പേടിച്ചിട്ട് ആ കാര്യങ്ങനെ കാണിച്ചു കൊടുത്തു. നബിയേ, ആ സമയത്ത് പേടിച്ച് വിറക്കുന്ന സിദ്ദീഖ് തങ്ങളെ കൽബിന് സമാധാനം കിട്ടാൻ മുത്തുനബി കൊടുത്ത മരുന്നെന്താണ്? അല്ല സിദ്ദീഖ് തങ്ങളെ, അവർ രണ്ടുപേരും താമസിക്കുന്നത് ഖുർആൻ പറഞ്ഞില്ലേ? ആ സമയത്ത് മുത്തുനബി ചോദിച്ചു, അല്ല സിദ്ദീഖേ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഈ ഗുഹയിൽ നമ്മൾ രണ്ടുപേരും മാത്രമാണോ? ഈ ഗുഹയിൽ നമ്മൾ രണ്ടുപേരും മാത്രമാണോ? അല്ലാഹു നമ്മുടെ കൂടെ ഇല്ലേ? ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. സിദ്ദീഖേ, അല്ലാഹു കൂടെയുണ്ട്. ഹസ്ബി അല്ലാഹ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത ദിക്ർ ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വിഷമഘട്ടത്തിലും പ്രിയപ്പെട്ട മുഅ്മിനേ, നമുക്ക് കാവലായി അല്ലാഹു. അല്ലാഹ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. ഹൃദയത്തിന് അടക്കം വരാൻ, ഹൃദയത്തിന് സമാധാനം വരാൻ, ഹൃദയത്തിന് നല്ല ചാഞ്ചല്യമുള്ള സമയത്ത് നമുക്ക് പിടിച്ചു നിർത്താൻ അല്ലാഹ് എന്ന ദിക്റിന് സാധിക്കുന്നുണ്ടോ? അവിടെയാണ് ഈമാനിന്റെ ശക്തി, അവിടെയാണ് ഈമാനിന്റെ ശക്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് അല്ലാഹുവിന്റെ റസൂൽ നല്ല ഒരു അടക്കം വെച്ചു കൊടുത്തു. എന്തായിരുന്നു ആ അടക്കം? ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ. ഓ മുത്തു മുഅ്മിനുകളെ, ഉമ്മപങ്ങന്മാരെ, നമ്മുടെ ഹൃദയത്തിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വേദന, ആരോടും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത പ്രയാസം, അങ്ങനത്തെ സമയത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് പടച്ച റബ്ബിനെ വിളിച്ചോ. ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾ, അള്ളാഹുവിന്റെ മുത്തഖീങ്ങൾ, അല്ലാഹ് എന്ന് കേട്ടാൽ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹ് എന്ന് വിളിച്ചാൽ അതിൽ ഏറ്റവും ടോപ്പ് പദവി എത്തിയവർക്കാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്.
ഈ നൂറ്റാണ്ടിൽ അത്തരം ഔലിയാക്കളുടെ ഉന്നത പദവി എത്തിയിരിക്കുന്ന മഹാനാണ് മടവൂർ ശൈഖുനാ അവറുകൾ. യാ ശൈഖനാ യാ ശൈഖ മടവൂരിൻ അതൈനാ ബാബക്കും റാജീന ഫൗസൻ കാമിലൻ യാ സയ്യിദി സിയം വലി ലാ ഇലാഹ ഔലിയാക്കളെ മഹബത്ത് വെച്ച് സ്വർഗം സമ്പാദിക്കാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന ഒന്ന്, അവരുടെ മദഹ് പറഞ്ഞുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കുക. ഒന്ന്. രണ്ട് അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുക. 2. 3 അവരുടെ പേരിൽ ധാരാളമായി ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. 3. 4 അവരുടെ പേരിൽ മുഅ്മിനീങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ദിക്ർ ദുആകൾ നടത്തുക. 4. 5 അവരുടെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുഅ്മിനീങ്ങൾക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുക. ഒരു പാത്രത്തിൽ പാകം ചെയ്തിരിക്കുന്ന ഭക്ഷണം ഒരു നാട്ടുകാർക്ക് മുഴുവനും നൽകുമ്പോൾ അത് ഒരു ഔഷധമാണ്. ഭക്ഷണം നൽകുമ്പോൾ അതൊരു ഔഷധമാണ്. ഇവിടെ ഒരു 100 ചെമ്പ് ഭക്ഷണം ഉണ്ടാക്കും. ഈ നാട്ടുകാരും ഇതിന്റെ പരിസരക്കാരുമായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കെല്ലാം ഒരു സ്ഥലത്ത് പാകം ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം നമുക്ക് എല്ലാവർക്കും കിട്ടുകയാണ്. രാജ്യത്തെ മതസൗഹാർദ്ദത്തിന്, രാജ്യത്തെ മനുഷ്യ മനസ്സുകളെ ഈമാനിന്റെ പേരിൽ കോർത്തിണക്കി സമാധാന ജീവിതത്തിന് ഒരു പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം നമ്മൾ എല്ലാവരും പൊരുത്തപ്പെട്ട് വാങ്ങുക. നേർച്ചയിലേക്ക് കൊടുക്കുന്നത് 100% പൊരുത്തപ്പെട്ട അരി, പൊരുത്തപ്പെട്ട പണം, പൊരുത്തപ്പെട്ട ഇറച്ചി, അത് പാകം ചെയ്തിട്ട് ആ ഭക്ഷണം കിട്ടുമ്പോൾ ബിസ്മില്ലാഹ് അത് ചൊല്ലിയിട്ട് കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ക്യാൻസറിന് അല്ലാഹ് ശിഫ തരട്ടെ, നമ്മുടെ അറ്റാക്കിന് അല്ലാഹ് ശിഫ തരട്ടെ, നമ്മുടെ മറ്റുള്ള രോഗങ്ങൾക്ക് അല്ലാഹ് ശിഫ തരട്ടെ. പടച്ചവനെ, ആണ്ടിന്റെ നേർച്ച ഭക്ഷണം കൊണ്ട് ഡയാലിസിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആണ്ടിന്റെ നേർച്ച ഭക്ഷണം കൊണ്ട് പരസ്പരമുള്ള സ്നേഹം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആണ്ടിന്റെ നേർച്ച ഭക്ഷണം കഴിക്കുന്ന ഞങ്ങളെ ഈ നാട്ടിൽ പകർച്ചവ്യാധി നൽകല്ലേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യനെ മനുഷ്യനാക്കി ഹൃദയവും തമ്മിൽ കോർത്തിണക്കുന്ന കഴിവാണ് ഔലിയാക്കളുടെ ആണ്ടിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ വേണ്ട എന്ന് പ്രചരിപ്പിക്കുന്നവരെ മുസീബത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നല്ല പോലെ പഠിക്കണം. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എത്രായിരങ്ങൾക്കാണ് ആ ഭക്ഷണം കൊടുക്കുന്നത്. എന്നോട് സക്കാഫി പറഞ്ഞു, ഉസ്താദെ കഴിഞ്ഞ കൊല്ലം 90 ചെമ്പ് വെച്ചു. ഞാൻ പറഞ്ഞു ഈ കൊല്ലം 100 ആയിക്കോളാം. ഒറ്റയടിക്ക് 90 ആയതല്ലല്ലോ, 50 90 എത്തിയതാ ഇല്ലേ? അള്ളാഹു കബൂൽ ചെയ്യുമാറാവും. എന്നിട്ട് നേർച്ച നടത്തിയിട്ട് നിങ്ങൾക്കാർക്കും പൈസ കടയില്ലല്ലോ. അത് തന്നെയാ നേർച്ചന്റെ കാര്യം. അത് ഔലിയാക്കന്മാരെ പേരിൽ നടക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മടവൂർ ശൈഖുനയുടെ പേരിൽ നമുക്കൊരു 10 ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഈ ഒട്ടേറെ ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം ജീവിച്ച് ഇതിന് നേതൃത്വം നൽകിയ, ഇതിൻ്റെയൊക്കെ കൂടെ നിന്ന എത്രയോ ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പ. അള്ളാഹു അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പയുടെ പേരിൽ എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. വല്ലാത്ത മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ കൂടെ ഹജ്ജിനുണ്ടായാൽ, ബഹുമാനപ്പെട്ടവരുടെ നാട്ടിലുണ്ടായാൽ മതി. ഹജ്ജിന്റെ സമയത്ത് ആജിമാരെ കാണാനില്ലാതാവും ചിലപ്പോൾ. നമ്മൾ ഔലാജി അതിരിക്കുന്നത് അടച്ചാൻ മൂപ്പര് നമ്മളെ കൂടെ ഹജ്ജിനുണ്ടായിരുന്ന ആളാ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മൂപ്പരും ഭാര്യയും മക്കളും എല്ലാം ഉണ്ടായിരുന്നു. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ തരട്ടെ. ഒരാജിനെ കാണാനില്ലാതെ ആയാൽ ഞങ്ങൾ വൈലത്തൂർ തങ്ങൾ പാപ്പ മക്കത്തുള്ള ഉപ്പാപ്പാനോട്, ഉപ്പാപ്പ നമ്മളൊരു ആജിനെ കാണാനില്ലാതായിട്ട് 2 ദിവസമായി എന്ത് ചെയ്യും? ഒരു ബേജാറും ആകണ്ടോ, അവൻ വരുന്നു. യാ റബ്ബ്, ഞമ്മക്കുണ്ടോ സമാധാനാകുന്നു? അല്ലോ പാപ്പ വരും എന്ന് പറഞ്ഞാൽ വരുവോടോ, നീ മിണ്ടാണ്ട് പോ.
ളുഹറായിട്ട് വരുന്നില്ല. അല്ലോ പാപ്പ, ഓൻ വന്നില്ലല്ലോ, ഓൻ വരുവോടോ. അപ്പം നമ്മൾ തിരഞ്ഞു നോക്കണ്ട, നീ എവിടെ തരാൻ? അസർ നിസ്കരിച്ച് ഉപ്പാപ്പാനോടുണ്ട്, ഉപ്പാപ്പ ആ ആചാരം വരാത്തതുകൊണ്ട് അയാളെ ഭാര്യ ഇവിടെ ഉണ്ട്, വല്ലാണ്ട് കരിച്ചിലുണ്ട്. നീ അസർ നിസ്കരിക്കാൻ ഹറമ പോയോടോ? ഇല്ല. നീ അങ്ങോട്ട് പോകുമ്പോൾ വഴിയിൽ അയാളുണ്ടാവും. നമ്മൾ എത്രയോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാണ് ഇയാളെ നോക്കിയിട്ട്. അസർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളത് അവിടെ വഴിയിൽ. അത്ര നമുക്ക് ധൈര്യം തന്നുകൊണ്ട് കാര്യങ്ങൾ ക്ലിപ്തുണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ടത്. അള്ളാഹുവിന് ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്.